പിന്നെ അത് കഴിഞ്ഞു. ഇനി എന്താ വിഷയോ? ഇനി ഞാൻ വിട്ടുപോയൊരു സംഗതി എന്താണ്? മൗലവിന്റെ ധാരണ പേരോടിനി അതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് വിട്ടുപോയി. അതൊക്കെ മുമ്പൊരാള് ഒരു നമ്പൂരിനെ ചീത്ത പറഞ്ഞിരുന്നു. നമ്പൂരിനെ ചീത്ത പറഞ്ഞ ഒരാള്, എടാ കാഷ്ടം തിന്നുന്നവനെ, മൂത്രം കുടിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞു. നമ്പൂരി അങ്ങോട്ട് ചീത്ത പറഞ്ഞു, ബിരിയാണി കഴിക്കുന്നവനെ, പാല് കുടിക്കുന്നവനെ, മുട്ട കഴിക്കുന്നവനെ. അപ്പൊ ഒരാള് എന്താ നിങ്ങളെ അവൻ തിന്നുന്നത് അവൻ ചൊല്ലി, ഞാൻ തിന്നുന്നത് ഞാൻ ചൊല്ലി. അതുപോലെ ഈ മൗലവിമാർക്കുണ്ടോ അവർക്ക് പലതിനും മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ വന്നിട്ട് തൊടാതെ പോയ എത്ര വിഷയമുണ്ട് മൗലവി. അബൂജഹൽ മൂമിനാണ് എന്ന് നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് ഞാനത് പിടിച്ചില്ലേ? നിങ്ങൾ മിണ്ടിയോ? ഇപ്പോഴത്തെ വരവ് വന്നിട്ട് അബൂജഹൽ മൂമിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞാനത് പിടിച്ച് ചോദ്യം ചെയ്തില്ലേ? എന്നുള്ളതിന് മൂമിനിങ്ങളെ എന്നാണോ അർത്ഥം ഞാൻ ചോദിച്ചില്ലേ? മിണ്ടിയോ നിങ്ങൾ 4 ദിവസം പ്രസംഗിച്ചിട്ട്? പിന്നെ മൂപ്പരെന്താ ചെയ്തത്? മൂപ്പര് ജനങ്ങളെ ഒരു പാട്ട്, ഈ പാട്ട് കൊണ്ട് കാര്യാവൂല, മറുപടി പറയണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നാദാപുരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. മറുപടി പറയണം. നിങ്ങൾ എന്റെ നാടാണ്, നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു ഗതികേട് ഞാൻ ആലോചിച്ചിട്ട്, കാരണം എന്റെ കാൽക്കൽ വന്നിട്ടല്ലേ നിങ്ങൾ ഓരോന്നോരോന്ന് സമ്മതിച്ചു പോയത്. ഞാൻ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ബറക്കത്തിന് വേണ്ടി മൂടിയിട്ട് വെള്ളം കുടിക്കാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മന്ത്രിച്ചിട്ട് കൂലി വാങ്ങാൻ സമ്മതിച്ചില്ലേ? ഇവിടെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്കുന്നോ മറ്റോ പറഞ്ഞാൽ പോലെ എന്റെ കാൽക്കൽ വന്ന് പറയേണ്ടിയിരുന്നോ നിങ്ങൾ? ഈ സമ്മതം ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് പിന്നെയും പറയുന്നു. എന്താണ് മൗലവി പറയുന്നത്? അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന സലാത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചൊല്ലാമെന്നല്ലേ? ആളുകളെ കാണിക്കാൻ വേണ്ടിയും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയും ചൊല്ലാമെന്നല്ലേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയിട്ടുള്ളത്? പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ലോകമാന്യത്തിന് വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി സലാത്ത് ചൊല്ലാം എന്ന് എഴുതിയിട്ടുണ്ടോ മൗലവി? എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണിക്കണം. പിന്നെ എന്തേ ഉസ്താദ് പറഞ്ഞത്? മൗലവി തന്നെ വേറൊരു സമയത്ത് പറയുന്നു, ആളുകളെ കാണിക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന് കാന്തപുരം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. മറുപടി നിങ്ങൾ പറഞ്ഞു കണ്ടില്ലല്ലോ. ഉസ്താദ് സ്വന്തം വകയിലൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അൽ ഖല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണത്? അത് ബഹുമാനപ്പെട്ടവർ പറയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വലിയ പ്രത്യേകത. എന്താണ് പ്രത്യേകത? മഹാനവറുകൾ പറയുകയാണ്, വഹിയ മഖ്ബൂലത്തുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുള്ള സലാത്ത്. മഖ്ബൂലത്തുൻ മിൻ കുല്ലി അഹദിൻ, ഏത് വ്യക്തിയിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതാണ്. ഫീ കുല്ലി ഹാലത്തിൻ, ഏത് അവസ്ഥയിലും സ്വീകരിക്കപ്പെടുന്നതാണ്. വമിനൽ മുഖ്ലിസി ഫീഹാ, അതിൽ ഇഖ്ലാസോടെ ചൊല്ലുന്നവനിൽ നിന്നും സ്വീകരിക്കപ്പെടും. വകദാ മിനൽ മുറായി ബിഹാ അലാ സഹിൽ അഖ്വാലി, സഹീഹായ കൂടുതൽ ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒരാൾ ലോകമാന്യത്തിന് വേണ്ടി സലാത്ത് ചൊല്ലിയാലും ആ സലാത്ത് സ്വീകരിക്കപ്പെടും. ലോകമാന്യത്തിന് വേണ്ടി സലാത്ത് ചൊല്ലാം എന്നല്ല, ചൊല്ലിയാലും സ്വീകരിക്കപ്പെടും. ചൊല്ലിയാലും സ്വീകരിക്കപ്പെടും. ഈ ആശയമാണ് ബഹുമാനപ്പെട്ട ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ പറഞ്ഞ ആശയം തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മൗലവി നിങ്ങളെപ്പോലെ 4 പുസ്തകം വായിച്ചിട്ട് പാട്ടുപാടി നടക്കുന്ന വ്യക്തിയല്ല. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ ഗുരുവര്യരാണ്, കിതാബ് ഓതി പഠിച്ച പണ്ഡിതനാണ്. മഹാനവറുകളാണ് കിതാബ് പഠിച്ചിട്ടാ പറഞ്ഞത്. ഇത് ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച സംഗതിയാണ്. അതേ റിയാഓടുകൂടെ ചൊല്ലിയാലും റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം കൊണ്ട് അല്ലാഹ് അത് സ്വീകരിക്കും. ഏതുപോലെ ബുഖാരിയിലില്ലേ മൗലവി, വഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും, ദിക്ർ ചൊല്ലുന്ന സദസ്സിൽ ഒരാൾ പോയി ഇരുന്നാൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദിക്ർ അല്ലെങ്കിലും ദിക്ർ ചൊല്ലുന്നവരുടെ മഹത്വം കൊണ്ട് ഉദ്ദേശ ശുദ്ധിയില്ലാതെ വന്നവന്റെ ദിക്റും അല്ലാഹു തആല വെറുതെ ആക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്
ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? അത് ദിക്ർ ചൊല്ലുന്നവരുടെ സദസ്സിന്റെ ബർക്കത്തല്ലേ? അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ബർക്കത്താണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഉദ്ദേശശുദ്ധിയില്ലാതെ ചൊല്ലിയാലും അള്ളാഹ് സ്വീകരിക്കും. പക്ഷെ ഉദ്ദേശശുദ്ധിയില്ലാതെ ചൊല്ലാം എന്നല്ല. മൗലവിമാര് ശരിക്കും മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് ഈ മതത്തിന്റെ നിയമം മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹ് തന്നില്ല. അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൗലവി ഇവിടുന്ന് പറയാണ്, ഇതാ നമ്മളൊരു ഫിഖഹിന്റെ കിതാബ് വായിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങൾ ബാക്കിൽ ഇല്ലെങ്കിൽ ഇമാം എഴുന്നേൽക്കണമെന്നുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? മൗലവി പറയാം, എന്റെ മൗലവി, അത് പള്ളിയിൽ അന്യപുരുഷന്മാരോട് കൂടെയാണ് ആ കിതാബിലുണ്ടോ? പൊരേന്നും നിസ്കരിച്ചൂടെ ബാപ്പക്കും ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ ഒന്നായിട്ട്? അപ്പോഴുള്ള മസ്കലയും പറയൂലേ ഇമാമിങ്ങള്? പക്ഷെ മൂപ്പരെന്തേല് പെണ്ണ് കാണുമ്പോഴേക്ക് കിട്ടിപ്പോയി, മനസ്സിലാക്കി, കിട്ടിപ്പോയി പള്ളിയിലേക്ക് ഒരു തെളിവ്. നിങ്ങൾക്ക് ഫിഖഹിന്റെ കിതാബ് മനസ്സിലാക്കാനുള്ള വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ? അതില്ലാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി? ഞങ്ങൾ ആരംഭികളാണോ ഉത്തരവ്? നിങ്ങൾ മനസ്സിലാക്കി, ഉസ്താദിന് കിതാബ് മനസ്സിലാവൂല, ഈ കെ ഉസ്താദിന് മനസ്സിലാവൂല, കണ്യത്ത് ഉസ്താദിന് മനസ്സിലാവില്ല, ഉള്ള ആൾ നിങ്ങൾക്ക് മനസ്സിലാവൂല, എ പി ഉസ്താദിന് മനസ്സിലാവും. പിന്നെ മനസ്സിലാവുന്ന ആളാര്? മനസ്സിലാവുന്ന ആൾ ഹുസൈൻ സലഫി. അവർക്കൊന്നും മനസ്സിലാകാത്ത തുഹ്ഫ മനസ്സിലാകുന്നത്, നിഹായ മനസ്സിലാകുന്നത്, ഫതുൽ മനസ്സിലാകുന്നത് ഹുസൈൻ സലഫിക്ക്. അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കും മനസ്സിലാക്കി വെച്ചോ. എന്നിട്ട് കാന്തപുരം ഉസ്താദിനെ കുറ്റം പറയാണ്. എന്നാ പിന്നെ എനിക്ക് കാണിക്കാൻ പോകുന്നറിയോ? കാന്തപുരം ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് ഓതിയ മൗലവി ഒരു ആയത്തോന്നുണ്ട്. ആയത്തൊന്ന് കേട്ടോളൂ. കാന്തപുരം ഉസ്താദിനോട് പറയും, 2ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അറിഞ്ഞൂടെ? ഈ കാന്തപുരത്തിന് അറിഞ്ഞൂടാന്നാ മൂപ്പര് പറഞ്ഞത്. എന്നാ 2ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അറിയുന്നത് മൗലവി ഓതുന്നത് കേട്ടോളി എന്ന് വെച്ചാട്ടെ. റിയായിന് വേണ്ടിയും സ്വലാത്ത് ചൊല്ലാം. ഒരു മുസ്ലിമിന് അറിയില്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കറിഞ്ഞുകൂടെ? എന്ത്? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇബാദത്തുകൾ മുഴുവനും ചെയ്യേണ്ടത്. അപ്പൊ 2ാം ക്ലാസ്സിൽ കുട്ടിക്ക് അറിവുള്ള ഉസ്താദിനൊന്ന് നിസ്സാരപ്പെടുത്തിയാണ്. ഇനി ബാക്കി പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം, അല്ലദീനഹും യുറാഊൻ, അവരെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാകുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം, അല്ലദീനഹും യുറാഊൻ, അവരെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാകുന്നു. കാന്തപുരത്തിന്റെ കറാമത്ത് കണ്ടോ? 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അല്ലേ? ആരാ പഠിക്കാത്ത? ഇനി സഹോദരന്മാര്, ഞാൻ നിങ്ങളോട് പറയട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുന്നതോടുകൂടി തന്നെ ആ സൽക്കർമ്മം മുഖേന ദുന്യാവിലും വല്ല കാര്യം തരും എന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കണ്ടോ? എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക. ഇവിടെ ആഖിറത്തിന്റെ സഹായവും കിട്ടും, ദുന്യാവിന്റെ സഹായവും കിട്ടും. രണ്ടും കിട്ടാനുള്ള കാരണമാണ് ക്ഷമ, രണ്ടും കിട്ടാനുള്ള കാരണമാണ് നിസ്കാരം. ഇതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, ഇദാ ഹസബഹു അംറുൻ ദഖല ഫിസ്സലാഹ് ഔ ഇദാ അഹ്സനഹു അംറുൻ ദഖല ഫിസ്സലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് ഒരു മുഷിപ്പുണ്ടായാൽ, ഒരു പ്രശ്നം വന്നാൽ നിസ്കരിക്കാറുണ്ട്. നിസ്കാരം കൊണ്ട് ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും. അത് ദുന്യാവിലെ പ്രശ്നവും പരിഹരിക്കപ്പെടും, ആഖിറത്തിലെ പ്രശ്നവും പരിഹരിക്കപ്പെടും. അപ്പൊ ദുന്യാവിൽ ഗുണം കിട്ടാൻ വേണ്ടിയും ആഖിറത്തിൽ ഗുണം കിട്ടാൻ വേണ്ടിയും രണ്ടും കരുതിയാൽ അത് തെറ്റാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന, ദുന്യാവിലും വേണം നന്മ, ആഖിറത്തിലും വേണം നന്മ. ഇങ്ങനെയാ മുസ്ലിമിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരന്മാരെ, ദുന്യാവിൽ കാര്യം കിട്ടുമെന്ന് ഒരമല് കൊണ്ട് കരുതിയാൽ അത് തെറ്റല്ല. പക്ഷേ പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെക്കണം, ആഖിറത്തിലും കിട്ടണം. ആഖിറം ഇല്ലാതെ ദുന്യാവ് പോരാ, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ മറ്റുള്ളവരുടെ തൃപ്തി പോരാ, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തി വേണം. ഇതുകൊണ്ടല്ലേ വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു,
അള്ളാന്റെ പൊരുത്തവും വേണം, റസൂലുള്ളാന്റെ പൊരുത്തവും വേണം. വെറും അള്ളാന്റെ പൊരുത്തം മാത്രം പോരാ, റസൂലുള്ളാന്റെ പൊരുത്തം വേണം, മഹാന്മാരുടെ പൊരുത്തം വേണം, ഉമ്മവാപ്പന്റെ പൊരുത്തം വേണം, പ്രായമുള്ളവരുടെ പൊരുത്തം വേണം, ആലിമീങ്ങളെ പൊരുത്തം വേണം, സാദാത്തുക്കളെ പൊരുത്തം വേണം. അള്ളാന്റെ പൊരുത്തം മാത്രമെന്നല്ല, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ അതെല്ലാം വേണം. ആഖിറം കിട്ടാൻ ദുന്യാവ് വേണം, ദുന്യാവില്ലാതെ ആഖിറം കിട്ടൂല. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. അപ്പൊ ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമായത് കൊണ്ട് തന്നെ ഇവിടെയും വേണം. അതുകൊണ്ടാണ് മൗലവി അതേ പഠിച്ചു വെച്ചോ, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹ്ക്ക് ആരാധിക്കാൻ മാത്രമാണ് മനുഷ്യരെ പഠിച്ചതെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? എന്നിട്ട് എത്ര ആള് കച്ചവടം ചെയ്യുന്നു, എത്ര ആള് ജോലിയെടുക്കുന്നു, എത്ര ആള് കൃഷി നടത്തുന്നു? ഇബാദത്തിന് വേണ്ടി മാത്രമാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ ഇബാദത്ത് എടുക്കണമെങ്കിൽ ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കാൻ ജോലി വേണ്ടേ? ജീവിക്കാൻ കൃഷി വേണ്ടേ? ജീവിക്കാൻ ബിസിനസ് വേണ്ടേ? അപ്പൊ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ദുന്യാവും വേണം. അതുകൊണ്ട് ദുന്യാവ് വേണ്ട എന്നല്ല, ദുന്യാവിന്റെ ഗുണം ചിന്തിച്ചുകൂടാ എന്നല്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം അറിയില്ല, അതിന് ഉത്തരവാദി അലിമീങ്ങളല്ല, ഇമാമീങ്ങളല്ല. നിങ്ങൾ പഠിക്കാത്തതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ. നിങ്ങളെ പിന്നാലെ പോയിട്ട് ആഹാരം പ്പെടുത്തുന്നവർ അവര് ബുദ്ധി പണയം വെക്കുന്നതിനാൽ അവരും ആഖിറത്തിൽ വെച്ച് കൈകടിച്ചു പോകും കേട്ടോ. എന്നാ മൗലവി എന്താ, മുജാഹിദീങ്ങൾ എന്താ സലാത്തിനെ കുറിച്ച് പറയുന്നത്? മൗലൈമാര് പറയുന്ന സലാത്ത് ചൊല്ലുന്നത് എന്തിനാണെന്നറിയോ? മുഹമ്മദ് നബിക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടാനാണ്. ഇങ്ങനെ നമ്മൾ സലാത്ത് ചെയ്യുന്നത്, മുജാഹിദീങ്ങൾ എന്തിനാ സലാത്ത് ചെല്ലുന്നത്? മുഹമ്മദ് നബി അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാണ്. ഓ, മുജാഹിദീങ്ങളെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നബിന്റെ കാര്യം സങ്കടം തന്നെ കേട്ടോളെ. ഞാൻ വായിച്ചു കേൾപ്പിച്ച സ്ക്രീനിൽ വെക്കുമോനെ അൽമനാറ് വായിച്ചു കേൾപ്പിച്ച മുജാഹിദിന്റെ പത്രം പറയുന്നു, റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. എങ്ങനെ? റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. ആരായി നമ്മള്? മുജാഹിദീങ്ങളോട് നബി പറഞ്ഞത് പരലോകത്ത് രക്ഷിക്കാൻ വേണ്ടി, രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണോന്ന് മുജാഹിദീങ്ങളോടെ. കാരണം ഉത്തരം കിട്ടുന്ന ഒരു കൂട്ടരല്ലേ ഇവർ. നബി ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിലോ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ കാണിച്ചു, ഇടമുട്ടത്തുനിന്ന് മൗലവിനോട് നേർക്ക് നേരെയും ചോദിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുബദ്. അതാണ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുബദ്. അല്ലാഹുവേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്ന് മൗലവി വാദപ്രവാദത്തിന്. ഞാൻ ചോദിച്ചു, അതിന് അള്ളാഹുവിന്റെ റസൂൽ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന്. കാരണം ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണക്കിന് ജാറുണ്ടാക്കലും കുബ്ബുണ്ടാക്കലും ഒക്കെ വിഗ്രഹാക്കലാണ്, കിടത്തിയ വിഗ്രഹം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മദീനത്ത് ഇത്ര വലിയ കുബ്ബയും ജാറും ഒക്കെ എങ്ങനെ വന്നു? നബിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ദുആക്ക് ഉത്തരം കിട്ടൂ നിങ്ങൾ സാധനം പറയാറുണ്ടല്ലോ, പിന്നെ അതിനെന്ത് മേനെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ മൗലവിന്റെ മിണ്ടിയില്ല, ഇടമുട്ടം മുട്ടി തന്നെ. അപ്പൊ അതുപോലെ മൗലൈമാരിപ്പം പറഞ്ഞു കേട്ടോ, നിങ്ങൾ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ സലാത്ത് ചെല്ലുമ്പോ ഒക്കെ മനസ്സിരുത്തേണ്ടത് എന്താണ്? മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതാണ് മുജാഹിദിന്റെ അൽമനാർ 1999 മാർച്ചിൽ എഴുതി വെച്ചത്. ഈ റസൂലുള്ളാഹിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നും അതാണ് സലാത്ത് എന്നും പറയുന്ന മുജാഹിദേ, നിങ്ങൾ ഇവിടെ വന്നിട്ട് മൗലവിനെ കൊണ്ട് ഞങ്ങൾ ഏത്തയിടിച്ചു. നാദാപുരത്ത് വന്ന മൗലവി പറയുന്നു, നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. അതെ, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ പൊളിച്ചെഴുത്താൻ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നാദാപുരത്ത് പ്രസംഗിച്ചിട്ട് നമ്മളെ മൗലൈമാര് ഇസ്ലാഹി പത്രത്തിൽ എന്നെ പരിഹസിക്കാണ്.
ഇയാള് പറയുന്നത് 25 കൊല്ലമായി ഞാൻ മുജാഹിദിനെ പ്രസംഗിക്കുന്നു. എന്നിട്ട് മുജാഹിദിന് എന്താ സംഭവിച്ചതാ ഞാൻ കാണിക്കാൻ പോകുന്നത്. നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത് എന്ന് എഴുതിയ നിങ്ങളെ കൊണ്ട് നാദാപുരത്ത് വെച്ച് പറയിപ്പിച്ചു ശഫാഅത്തിന് വേണ്ടിയാണ്. കേൾക്കട്ടെ, അയാൾ ആ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് നബിക്ക് ആഖിറത്തിൽ വെച്ച് സമ്മതം കിട്ടും ഒരു ശഫാഅത്ത് ഉണ്ടാവും. ആ ശഫാഅത്ത് കിട്ടാനാണ്. എന്തിനാണെന്നറിയോ? ഇവിടുന്ന് റസൂലുള്ളാഹിക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും അധികാരമില്ല എന്ന് വരുത്തി തീർക്കാനാ. അത് നിങ്ങളെ ഇടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞതാ. പറ്റോ? അഹ്മദായ മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മുടെ കരളിന്റെ കഷ്ണത്തെക്കാൾ നാം സ്നേഹിക്കുന്ന ഹബീബായ മുത്ത് മുസ്തഫ നാളെ പരലോകത്ത് വെച്ച് ഈ ഉമ്മത്തിലെ സാധുക്കളായ ദോഷികളായ പാപികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അനുവാദം കിട്ടുമ്പോ ശഫാഅത്ത് പറയുമല്ലോ. ആ ശഫാഅത്ത് നിനക്ക് കിട്ടണോ? നീ എന്ത് ചെയ്തോ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാഹിക്ക് വേണ്ടി നീ സ്വലാത്ത് ചൊല്ലിക്കോ. കണ്ടോ? ശഫാഅത്ത് കിട്ടണമെങ്കിൽ സ്വലാത്ത് സല്ലു അലൈഹി സല്ലിമു തസ്ലീമാ. മൗലായ മുഴുവനും ചൊല്ലിക്കും നിങ്ങളെ കൊണ്ട്. എന്നാൽ അവിടെ മൗലവി എടുത്തൊരു തട്ടിപ്പ് കേട്ടോ. എന്താണ്? ആഖിറത്തിൽ നബിക്ക് സമ്മതം കിട്ടുമ്പോ ശഫാഅത്ത് ചെയ്യാണ്. അപ്പൊ ഇപ്പം കിട്ടിയിട്ടില്ല അല്ലേ? ബുഖാരി മറിക്കൂ മൗലവി. എനിക്ക് 5 കാര്യം നൽകപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു എനിക്ക് ശഫാഅത്തിന്റെ അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ബുഖാരിയിലുണ്ടോ ഇല്ലേ? പറയൂ മൗലവിമാരെ. ബുഖാരിയിൽ ശഫാഅത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഉണ്ടോ ഇല്ലേ? ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നാളെ മൗലവി പറയും ആഖിറത്തുൽ മഹ്ശർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ചൂണ്ടിക്കാണിച്ചിട്ട് വേണമെങ്കിൽ മൗലവി പറയും അവിടുന്ന് സമ്മതം ചോദിക്കുന്നത് ബുഖാരിയിലുണ്ട് എന്ന് പറയും. അത് മൗലവിക്ക് മനസ്സിലായില്ല. അതെന്താണെന്നറിയോ? അത് മനസ്സിലാകണമെങ്കിൽ അദബും ഗുരുത്വമുള്ള ആളുകളോട് കൂടെ നടന്നാ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഒരു നിക്കാഹ് സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഒരു നിക്കാഹ് ബാപ്പയും ഉമ്മയും കൂടിയിട്ട് ഒരു നിക്കാഹ് നിശ്ചയിക്കുന്നു. മകന്റെ നിക്കാഹ്. എന്റെ ബാപ്പയും ഉമ്മയും തന്നെ കത്തടിപ്പിക്കുന്നു, ബാപ്പയും ഉമ്മയും തന്നെ ചെലവിടുന്നു. എന്റെ നിക്കാഹിന് എല്ലാരെയും ബാപ്പയും ഉമ്മയും ക്ഷണിക്കുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് നിക്കാഹിന് പോവാൻ നോക്കുമ്പോ ആൾക്കാർ പറഞ്ഞു ഉമ്മാനോട് സമ്മതം എടുത്തോ, ഉമ്മാമാനോട് സമ്മതം എടുത്തോ, ബാപ്പാനോട് സമ്മതം എടുത്തോ. സമ്മതമൊന്നും ഇല്ലാതെയായി പന്തലിട്ട്, സമ്മതമൊന്നും ഇല്ലാതെയായി ബിരിയാണി വെച്ചത്, സമ്മതമൊന്നും ഇല്ലാതെയായി ഇവരെല്ലാം വിളിച്ചത്. ഓ മോനെ, അതൊരു അദബാണ്. നേരത്തെ സമ്മതമുണ്ടെങ്കിലും അപ്പോഴൊന്ന് ചോദിക്കുക എന്നതൊരു അദബാണ്. ആ അദബാണ് അല്ലാഹുവിന്റെ റസൂല് മഹ്ശറ ലോകത്ത് ശഫാഅത്തിന്റെ അധികാരം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ വലിയ ശഫാഅത്തുണ്ടല്ലോ, വേറെ ആർക്കുമില്ലാത്ത ശഫാഅത്ത്. ആ ശഫാഅത്ത് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് സമ്മതം ചോദിക്കും. ഒരു സലാത്ത് 3 സലാത്ത് ബർക്കത്തിനൊന്ന് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ കാര്യം ഞങ്ങൾക്ക് പറയാനും അത് മനസ്സിലാക്കാനും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ദീനിന്റെ കാര്യങ്ങൾ പറയാൻ നീ തൗഫീഖിനെ ഏറ്റിത്തരണം റഹ്മാനേ. അല്ലാഹുവിന്റെ റസൂലിനെ മഹ്ശറ ലോകത്ത് സർവ്വ ജനങ്ങൾക്കും ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് വരുമ്പോൾ അവിടെ വെച്ചുണ്ടൊരു സമ്മതം ചോദിക്കൽ. ആ സമ്മതം ചോദിക്കൽ എന്തിനാണ്? അതൊരു അദബിന്റെ സമ്മതം ചോദിക്കലാണ്. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് സമ്മതം നേരത്തെ കൊടുക്കപ്പെട്ടതാണ്. ആ കൊടുക്കുന്ന ആ സമ്മതം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് തന്നെ കിട്ടിയ സമ്മതമുണ്ടെങ്കിലും
ഒന്നുകൂടി ചോദിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം ലഭിക്കുകയാണ്. അതേ ആ സമയത്തുള്ള പ്രത്യേക സമ്മതമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ശഫാഅത്ത് ചെയ്യുകയാണ്. എന്നാ ജനങ്ങളെ, അത് മാത്രമല്ല റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് അത് മാത്രമല്ല, ഖുർആൻ അതാ പറയുന്നു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആഖിറത്തിൽ മാത്രമല്ല റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ്, അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, വസ്തഗ്ഫിർ ലിദംബിക, ഓ നബിയേ തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി. ഇമാം റാസിയുടെ ഒരു തഫ്സീറാണ്. അതേ, അല്ലെങ്കിൽ അവിടുത്തെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി ഓ നബിയേ തങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം നബിയേ. ഇത് മഹ്ശറയിലല്ല മൗലവിമാരെ, ദുനിയാവിൽ തന്നെ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യണം എന്ന് അല്ലാഹ് പറയുന്നു. അതിനെ സംബന്ധിച്ച് ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ട് പറയുന്നു, ഫദല്ല അലാ അന്നല്ലാഹ തആല ലമ്മാ അമറ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഇസ്തിഗ്ഫാർ ലികുല്ലിൽ ഉസാതി ഫഖദ് ഇസ്തജാബ ദുആഅഹു വദാലിക ഇന്നമാ യതിമ്മു ലൗ ഗഫറ ലഹും വലാ മഅനാ ലിശ്ശഫാഅത്തി ഇല്ലാ ഹദാ وذلك إنما يتم لو غفر لهم ولا معنى للشفاعة إلا هذا. الله سبحانه وتعالى ശഫാഅത്ത് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആയത്തിൽ കൽപ്പിക്കുന്നത്. അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെയും വേണം, ആഖിറത്തിൽ വേറെയും വേണം. അപ്പൊ ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യാനുള്ള ഓർഡർ കിട്ടിപ്പോയി, അധികാരം കിട്ടിപ്പോയി. അത് സാധാരണ ശഫാഅത്ത്. എന്നാൽ ആഖിറത്തിൽ വെച്ചുള്ള വലിയ ശഫാഅത്തിന്റെ അധികാരവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കിട്ടിയതിന്റെ പുറമേ അവിടെ വെച്ച് ഒന്നുകൂടി അദബിന് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ചോദിക്കുന്നു. ഇതുകൊണ്ടാണ് ഉമർ ഖാദി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മഖ്ബറയിൽ ചെന്ന് ചൊല്ലിയത്, യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈ സാല സജീമാ. നബിയുടെ പടിവാതിൽക്കൽ വന്നിട്ടിതാ പാവപ്പെട്ട ഉമർ, അതേ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വെളിയങ്കോടുന്ന് പോയിട്ട് പാടുകയാണ്. ഫഖീറായ ഉമർ ഇതാ തങ്ങളുടെ പടിവാതിൽക്കൽ നിൽക്കുന്നു. മാന്യന്മാരിൽ ഏറ്റവും കൊടുക്കുന്ന നബിയെ തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്. തങ്ങളുടെ പടിവാതിൽക്കൽ വെച്ചിതാ ഫഖീറായ ഉമർ കരയുന്നു, നബിയെ വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ, കണ്ണിലൂടെ ഇതാ വെള്ളമൊലിക്കുന്നു. ലാമിൻ കരീമിൻ മിസ്ലുകും നിൽ മുർതജി ഫീമൻ മദാ ഖബ്ലൻ വലാ ഫീമൻ യജീബ്. മുമ്പും പിമ്പും തങ്ങളെ പോലെ കൊടുക്കുന്ന ഒരു മഹാൻ, പ്രതീക്ഷക്ക് വകയുള്ള ഒരു മഹാൻ ഇല്ല നബിയേ. വഅനല്ലഹി ഫഖുർബതൻ ലി ഫർജി ഹൈറാന മിൻ ദംബി അസഫ്തു കലീമാ. ഞാൻ പ്രശ്നമുള്ളവനാണ്, എന്റെ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരൂ നബിയേ. ഖബറിന്റെ അടുക്കൽ പോയി ഉമർ ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലുന്നു. നൂറുകണക്കിന് കറാമത്തുകൾ കേരള മണ്ണിൽ കണ്ട മഹാനായ ഉമർ ഖാദി ചൊല്ലി, നിങ്ങളൊരു തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് കുറച്ച് പറഞ്ഞു പോയതുകൊണ്ട് ഇസ്തിഗാസ ചെയ്തതുകൊണ്ട് അത് ശിർക്കാണെന്ന് പറഞ്ഞില്ലേ മൗലവി? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് അപേക്ഷ സമർപ്പിച്ച പദ്യം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് 4 ദിവസം ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചിട്ട് ഇബ്നു ഹജറിന്റെ ആ കിതാബിനെ സംബന്ധിച്ച് കാമ എന്ന് മിണ്ടിയില്ലല്ലോ സലഫി. എന്തിനെ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നത്? ചോദിച്ചതിന്റെ മറുപടി എന്തേ പറയാതിരുന്നത്? നിങ്ങൾ ഈ കടലും കടന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തേ ഞാൻ ഉദ്ധരിച്ച കിതാബുകൾക്ക് മറുപടി പറയാതിരുന്നത്?
ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ചുരുക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയാണെന്ന് നിങ്ങളെ കൊണ്ട് നമ്മൾ ഇവിടെ സമ്മതിപ്പിച്ചു. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ, പിന്നെ മൂപ്പരെന്താ പറയുന്നതെന്നറിയോ? രസകരമായ ഒരു കാര്യം. സ്വലാത്ത് നല്ലത് തന്നെ, ശഫാഅത്തിന് വേണ്ടി തന്നെ. പക്ഷേ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല, ഒരു ഡേറ്റ് വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. മൂപ്പരുടെ പുതിയ കണ്ടുപിടുത്തം. ഓ മൗലവി, എന്താ ഇതിന് കാരണം? കാരണം പറയുന്നുണ്ട് അയാള്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്രത്യേക ഡേറ്റ് നിശ്ചയിച്ചിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. മൗലവി, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, ശരിക്ക് കേട്ടോ, നാദാപുരത്ത് വന്നുപോയാ പോരാ. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ നോട്ടീസിന്റെ പേരെന്തായിരുന്നു? നിങ്ങളുടെ പരിപാടിയുടെ? അതെ, പൗരോഹിത്യത്തിന്റെ പൊള്ളവാദങ്ങൾ ഒരു പൊളിച്ചെഴുത്ത്. ഹുസൈൻ സലഫി, ഹുസൈൻ സലഫി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയിട്ട് ദിവസം നിശ്ചയിച്ചിട്ട് പെർമിറ്റ് എടുത്തിട്ട് പന്തല് കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചില്ലേ? അള്ളാന്റെ റസൂൽ നോട്ടീസ് ഇറക്കി പ്രസംഗിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂൽ മൈതാനിയിൽ പ്രത്യേക ദിവസം നിശ്ചയിച്ച് ആളുകളെ പ്രത്യേകം ഇതുപോലെ ക്ഷണിച്ച് ഇതുപോലെ പെർമിറ്റും എടുത്ത് പ്രത്യേക ദിവസവും നിശ്ചയിച്ച് അള്ളാന്റെ റസൂൽ പ്രസംഗിച്ചിട്ടുണ്ടോ? മൗലവിന്റെ മറുപടി, അത് ഞങ്ങൾ ചെയ്യുന്നത് നബി ചെയ്യണമെന്നില്ല, നിങ്ങൾ തങ്ങന്മാരും മൊയ്ലാന്മാരും ചെയ്യുമ്പോൾ നബി ചെയ്യുന്നതായിരിക്കണം. എന്നാണെങ്കിൽ നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ്? ഞങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്തതേ പറ്റൂ, നിങ്ങൾ ചെയ്യുമ്പോഴോ നബി ചെയ്യണമെന്നില്ല. അതെവിടുത്തെ ആശയമാണ് മൗലവി? നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് പറ്റില്ലെന്നാണോ? നിങ്ങൾ ഇതിന്റെ മറുപടി പറയണം. പിന്നെന്താണ് നമ്മളെ ഇസ്ലാഹി മാസിക? അതാണല്ലോ ഇവിടെ കാര്യമായിട്ട് മൗലവി പ്രസംഗത്തിൽ പറയുന്നത്. ഇസ്ലാഹ് വായിച്ചിട്ട് എത്ര ആളാ മുജാഹിദായത്? പഠിച്ചവരെ, എത്ര ആളാ പിഴച്ചത്? അല്ലാഹ് കാക്കട്ടെ. ഇസ്ലാഹ് പിഴച്ചിട്ട് എത്ര ആളാണ് നന്നായത് എന്നാ പറയുന്നത്. മൗലവി, നിങ്ങളെ ഇസ്ലാഹിലുള്ള ആശയം എന്താണ്? ഞാൻ വായിക്കട്ടെ നിങ്ങളെ ഇസ്ലാഹിലുള്ള ആശയം. ഈ പ്രാവശ്യമുള്ള നിങ്ങളെ ഇസ്ലാഹ് നിങ്ങൾ ഇവിടെ വിറ്റില്ലേ? നാദാവൃത്തി നാറിയ മാസിക വിറ്റില്ലേ നിങ്ങൾ? ഈ നാറിയ മാസികയിൽ പറഞ്ഞത് എന്താണ്? നാറിയ എന്ന് ഞാൻ പറഞ്ഞിട്ട് പേരോട് നാറിയ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഞാൻ വായിക്കുന്നത് കേട്ടാ നിങ്ങൾ പറയും അതിനെ കാണപ്പുറം പറയണം. എന്താ പറഞ്ഞത് കേട്ടോളൂ. നാരിയത്ത് സലാത്ത് നാറിയതാണ് പോൽ, നാരിയത്ത് സലാത്ത് നാറിയതാണ് പോൽ. മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക പറയാണ്, കേട്ടോളൂ. അങ്ങനെ നാറലിലേക്കുള്ള നാരിയ സലാത്തും നാറലിലേക്കുള്ള നാരിയ സലാത്തും മാലിന് വേണ്ടിയുള്ള കമാലിയ സലാത്തും ഒക്കെ നബി പഠിപ്പിച്ച സലാത്തുകളെക്കാൾ പോരിശയുള്ളതായി പരിചയപ്പെടുത്തുന്നു. അതൊരു പച്ചക്കള്ളം നിങ്ങളുടെ വകയിൽ പറഞ്ഞതാണ്. ഞാൻ ചോദിക്കട്ടെ, നാരിയത്ത് സലാത്ത് നാറിയതാണോ? കമാലിയ സലാത്ത് മാലിന് വേണ്ടിയാണോ? ഇത് നിങ്ങളിവിടെ നിങ്ങളെ ഇസ്ലാഹിൽ എഴുതിയതാണ്. ഓ മനുഷ്യ, നിങ്ങൾക്ക് മരിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മഹാന്മാര് ചൊല്ലി വരുന്ന സലാത്ത്, ആ സലാത്തിനെ നിഷേധിക്കുന്ന നിങ്ങൾക്ക് മരിക്കണ്ടേ? നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പ്രസംഗിച്ച കേസിട്ടുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരത് വാങ്ങി കേൾക്കണം. നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് മാത്രം ഞാൻ പ്രസംഗിച്ച കേസിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സലാത്ത് റസൂലുള്ള പഠിപ്പിച്ചതേ പറ്റൂ എന്നാണ് മൗലവിമാര് പറയുന്നത്. എന്നാ മൗലവി, അള്ളാഹുവിന്റെ റസൂൽ ഇന്ന സലാത്തേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് നിസ്കാരത്തിലുള്ള സലാത്ത് എങ്ങനെ ചൊല്ലണമെന്ന് ചോദിച്ചപ്പോ അതും ചോദ്യം എത്ര അർത്ഥവത്താണ്. യാ റസൂലല്ലാഹ് കൈഫ നുസല്ലി അലൈക, നബിയെ തങ്ങളെ മേൽ ഞങ്ങൾ എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടത്, എന്താണ് ചൊല്ലേണ്ടതെന്ന് സഹാബത്ത് ചോദിച്ചില്ല. കാരണം സലാത്തിന് പല വാചകങ്ങളും ഉണ്ടെന്ന് സഹാബത്തിന് അറിയാം. സഹാബത്തിന്റെ ചോദ്യം അതിനൊരു മോഡൽ പഠിപ്പിച്ചു തരണമെന്നാണ്. കൈഫ നുസല്ലി, എങ്ങനെയാ സലാത്ത് ചൊല്ലേണ്ടത്? ഈ കൈഫ നുസല്ലി എന്ന സലാത്തിന്റെ മോഡൽ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് എത്ര വാചകങ്ങളിലാണ് സലാത്ത് പറഞ്ഞു കൊടുത്തത്?
ഒരു റിപ്പോർട്ടിൽ ഒരു വാചകം, വേറൊരു റിപ്പോർട്ടിൽ വേറൊരു വാചകം, വേറൊരു റിപ്പോർട്ടിൽ വേറൊരു വാചകം. കാരണം സലാത്തിന് ഒരു വാചകം മാത്രമല്ല, സലാത്തിന് ധാരാളം വാചകങ്ങളുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ അതിലൂടെ പഠിപ്പിക്കുകയല്ലേ ചെയ്തത്. അതല്ലേ കൈഫാന്നല്ലേ ചോദിച്ചത്, എങ്ങനെ, അതിന്റെ ഒരു മോഡലാണ് സഹാബത്ത് ചോദിച്ചത്, മോഡലാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സലാത്ത് തന്നെ എത്ര വാചകങ്ങളുണ്ട്. ബുഖാരി മറിക്കൂ, മുസ്ലിം മറിക്കൂ, ഓരോന്നും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ സഹോദരന്മാരെ. എത്ര സലാത്തുണ്ട്. റസൂലുള്ള പറഞ്ഞ സലാത്തേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് ഖുർആനിലാണ് മൗലവിമാരെ ഉള്ളത്? റസൂലുള്ള പറഞ്ഞ സലാത്തേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് ഹദീസിലാണുള്ളത്? സലാത്തിന് എത്ര വാചകങ്ങളുണ്ട്. വാചകങ്ങൾ റസൂലുള്ള പറഞ്ഞത് തന്നെയാകണമെന്ന് നിങ്ങളെ കണ്ടുപിടുത്തം ബിദ്അത്തല്ലേ, പുത്തൻവാദമല്ലേ? ലോകത്തേതെങ്കിലും ഒരു ഇമാമ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി നാരിയത്ത് സലാത്തിന്റെ വാചകങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു സലാത്ത് റസൂലുള്ള ചൊല്ലിയതല്ല, സഹാബത്ത് ചൊല്ലിയതല്ല. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. സലാത്തിന്റെ വാചകം റസൂലുള്ള പറഞ്ഞത് തന്നെ ആകണമെന്നില്ല. അവിടുത്തെ കിതാബുർ റിസാല 500-ലധികം തവണ സ്വന്തം ശിഷ്യൻ ആവർത്തിച്ചോദിയ കിതാബുർ റിസാല. ആ റിസാലയിൽ ഇമാം ശാഫിഈ കൊടുക്കുന്ന സലാത്ത് കണ്ടു. മൗലവിമാരെ, നിങ്ങൾ പറയണം, ഇമാം ശാഫിഈ മുശ്രിക്കാണോ, ശിർക്ക് ചെയ്ത ആളാണോ? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് നാരിയത്ത് സലാത്തിൽ പറയുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. നാരിയത്ത് സലാത്തിലുള്ളത് എന്താണ്? സലാത്തിന്റെ പുറമെ മദ്ഹാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് സലാത്താണ്. അതിന്റെ ശേഷമുള്ള വാചകമാ മൗലവിമാർക്ക് പിടിക്കാത്തത്. അതെന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. മുഹമ്മദ് നബി മുഖേന അഴിഞ്ഞു വരാത്ത പല കെട്ടുകളും അഴിഞ്ഞു പോകും. നബി മുഖേന പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും. തൻഹല്ലു ബിഹിൽ ഉഖദു. മൗലവിമാർക്കത് വിശ്വാസമില്ല. പക്ഷെ അബൂജഹലിന് വരെ അതിൽ സംശയമില്ല കേട്ടോ. അതുകൊണ്ടല്ലേ മക്കയിലെ മുശ്രിക്കീങ്ങൾ കഅബത്തിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് എടുത്തു വെക്കുമ്പോ വലിയ തർക്കം നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് മുഖേനയല്ലേ ആ പ്രശ്നം പരിഹരിച്ചത്. അതിന് മുശ്രിക്കീങ്ങൾക്ക് വരെ തർക്കമില്ല. മൗലവിമാർക്ക് അത് കേൾക്കുമ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ, അത് കേൾക്കാൻ കഴിയുന്നില്ല. തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു. നബി മുഖേന പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖളാ ബിഹിൽ ഹവായിജു. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. വതുഖളാ ബിഹിൽ ഹവായിജു. അടുത്തെന്താണ്? تنفرج به الكرب وتقوى به الحوائج وتنال به الرغائب. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നബി മുഖേന നൽകപ്പെടും. അതേ സ്വർഗം വരെ കിട്ടുന്നത് നബി മുഖേനയല്ലേ? ശഫാഅത്ത് കിട്ടുന്നു നബി മുഖേന അല്ലേ? ദുനിയാവ് കിട്ടുന്നു നബി മുഖേന അല്ലേ? ആഖിറം കിട്ടുന്നു നബി മുഖേന അല്ലേ? വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം. നന്നായി മരിക്കലും അതേ അതുപോലെ എല്ലാ കാര്യത്തിന്റെ നന്മയും നബി മുഖേന ലഭിക്കും. വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം. നബിയുടെ സ്ഥാനം മുഖേന, അവിടുത്തെ ശരീരം മുഖേന, അവിടുത്തെ തിരുമുഖം മുഖേന അല്ലാഹുവിനോട് മഴ തേടപ്പെടും. മൗലവിമാർക്കത് കേട്ടുകൂടാ. നബിയെ മുൻനിർത്തി മഴ തേടുകയോ? ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ മൗലവിമാരെ. ഹിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലീൻ. അലി ഇബ്നു അബീ താലിബ് ചൊല്ലുന്നു, നബി സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതേ റസൂലുള്ള മുഖേന മഴ തേടപ്പെടുന്നു.
അതേ വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅ്ലൂമിൻ ലക്. നബിയുടെ കുടുംബങ്ങൾക്കും അനുയായികൾക്കും ഓരോ ശ്വാസത്തിന്റെയും ഓരോ സെക്കൻഡിന്റെയും എണ്ണം കണ്ട് ധാരാളം സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ, അല്ലാഹ് കൊടുക്കട്ടെ. ഇതല്ലേ നാരിയത്തു സ്വലാത്ത്? ഇതിൽ നാറുന്ന വാചകം ഏതാണ് മൗലവിമാരെ? നിങ്ങളെ നാറുന്ന ഇസ്ലാഹി പത്രം ഈ നാദാപുരത്ത് കൊണ്ടുവന്ന് നാറ്റിച്ചതെന്തിനാണ്? നാരിയത്തു സ്വലാത്തിൽ നാറുന്ന വാചകം ഏതാണ് മൗലവിമാരെ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശാഫി ഇമാമിന്റെ സ്വലാത്ത് നാരിയത്ത് സ്വലാത്തിനേക്കാളും നിങ്ങളെ ഭാഷയിൽ ശിർക്കല്ലയോ കുഫ്റല്ലയോ? കേട്ടോളൂ. فصلى الله على نبينا كلما ذكره الذاكرون وغفل عن ذكره الغافلون وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. നിങ്ങളെ ഭാഷയിൽ ശിർക്കല്ലേ ഇത്? നബിയുടെ പേരുള്ള സ്വലാത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെയും നിങ്ങളെയും ശുദ്ധീകരിക്കട്ടെ. ശാഫി ഇമാമിന്റെ സ്വലാത്തിന്റെ ഇടക്ക് പറയാണ്, ഏറ്റവും വലിയ സ്വലാത്ത് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ചെയ്യട്ടെ. എന്നിട്ട് പറയാണ്, അഫ്ളല മാ സക്ക അഹദൻ മിൻ ഉമ്മത്തിഹി ബിസലാത്തിഹി അലൈഹി വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാഹുല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അമ്മൻ ഉർസില ഇലൈഹി. ഇതിങ്ങനെ പറഞ്ഞിട്ട് ശാഫി ഇമാം പിന്നെ സ്വലാത്തിന്റെ ഇടക്ക് റസൂലുള്ളാഹിന്റെ മദഹ് പറയാണ്, ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. നമ്മളെ നാശത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയ നബി തങ്ങൾ മുഖേനയാണ് കേട്ടോ. നബി മുഖേനയാണ് നമ്മളെ നാശത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയത്. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മളെ ഏറ്റവും നല്ല സമുദായമാക്കിയതും നബി മുഖേന തന്നെ. ദാഇരീന ബിദീനിഹി അല്ലദി ഇഖ്തലാ. നമുക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ട അവിടുത്തെ ദീന് കൊണ്ട് സ്വീകരിച്ചവരായ നിലക്ക് വസ്തഫാ ബിഹി മലായികത. അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹ് തെരഞ്ഞെടുത്തത് നബി മുഖേനയാണ്. വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കൊക്കെ അല്ലാഹ് നിഅമത്ത് ചെയ്തോ അത് മുഴുവനും നബി മുഖേനയാണ്. ഫലം തുംസിബിനാ നിഅമത്തുൽ ബഹറത്ത് വലാ ബതനത്ത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ ദീനിൻ വദുനിയാ. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ദീനിലോ ദുനിയാവിലോ ഉള്ള ഏതൊരു ഗുണം ആർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മുസീബത്ത് ദുനിയാവിലോ ആഖിറത്തിലോ ദീനിലോ അല്ലെങ്കിൽ എല്ലാറ്റിലുമോ എന്ത് മുസീബത്ത് നമുക്ക് തടുക്കപ്പെട്ടു പോയോ, എന്ത് വെറുക്കപ്പെട്ടത് നീങ്ങിപ്പോയോ, ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. സർവാനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ, എല്ലാ മുസീബത്തും നീങ്ങിപ്പോകുന്നതിന്റെ ഇടയ്ക്കുള്ള മധ്യവർത്തി കാരണക്കാരൻ അത് മുഹമ്മദ് നബി അല്ലാതെ മറ്റൊരാളുമല്ല. അൽ ഖായിദു ഇലാ ഖൈരിഹാ. എല്ലാ ഖൈറിലേക്കും നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത് നബി അല്ലാതെ മറ്റാരുമില്ല. വൽ ഹാദി ഇലാ റുസ്ദിഹാ. എല്ലാ സന്മാർഗത്തിലേക്കും നമ്മളെ നയിക്കുന്നത് നബി അല്ലാതെ അല്ല. അദ്ദാഇദു അനിൽ ഹലക. നാശത്തിൽ നമ്മളെ തടുക്കുന്നത് രക്ഷപ്പെടുത്തുന്നത് നബി തന്നെ. സന്മാർഗത്തിന്റെ എതിരിൽ പിഴച്ച വഴിയിലേക്ക് മോശമായ മാർഗത്തിലേക്ക് പോകുന്നത് തടുക്കുന്നത് റസൂലുള്ള തന്നെ. അൽ മുനബ്ബിഹു ലിൽ അസ്ബാബില്ലതി തൂരിദുൽ ഹലക. നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഴുവൻ മാർഗങ്ങളെയും കാരണങ്ങളെയും നമ്മളെ ഉണർത്തുന്ന റസൂലുള്ള തന്നെ. അൽ ഖായിമു ബിൻ നസീഹതി ഫിൽ ഇർശാദി വൽ ഇൻദാരി ഫിഹാ. അതേ സർവ്വ നന്മയിലേക്കും ഉപദേശിച്ചു എല്ലാ തിന്മയും താക്കീത് ചെയ്തും നിന്ന് പോരുന്നതാണ് റസൂലുള്ള തന്നെ. ഫസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലാ അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നഹു ഹമീദും മജീദ്. നാരിയത്ത്
നാരിയത്ത് സലാത്തിലെ മുഴുവൻ ആശയങ്ങളും അതിനേക്കാൾ ഗൗരവത്തിൽ വ്യക്തമായി എഴുതിയിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സലാത്ത് ഇമാം ഷാഫിഈ തങ്ങളുടെ കിതാബ് റിസാലയുടെ മുഖദ്ദമ നോക്കിയാ ഞാൻ വായിച്ചത്, മൗലവിമാരെ ഷാഫി ഇമാം നാറുന്ന സലാത്ത് ചൊല്ലിയ ആളാണോ, നാരിയത്ത് സലാത്ത് നാറിയതാണോ? എത്ര സലാത്തിന്റെ വാചകങ്ങളാണ് ദുന്യാവിൽ റസൂലുള്ള തന്നെ പറയുന്നു. അതേ ഓ മനുഷ്യ, ഇദൻ തുഖ്ഫാ ഹമ്മക്ക്, അല്ലെങ്കിൽ ഇദൻ യുഖ്ഫാ ഹമ്മുക്ക്, നിന്റെ ദുന്യാവിന്റെ പ്രശ്നം നിനക്ക് സലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും കേട്ടോ. യുകഫറു ലക ദംബുക്ക്, നിന്റെ ദോഷം സലാത്ത് കൊണ്ട് പൊറുക്കപ്പെടും കേട്ടോ. ഇങ്ങനെ സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ലോകത്തുള്ള മുഴുവൻ ഇമാമിയങ്ങളും സർവ്വ കിതാബുകളിലും പഠിപ്പിക്കുകയും സലാത്ത് ചൊല്ലുകയും റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാത്ത ധാരാളം 10,000 സലാത്തുകൾ ഓരോ കിതാബിന്റെയും തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിട്ട് ആ സലാത്ത് മുഴുവനും അത് ശിർക്കാണ്, മാറിയതാണ്, നബി പറയാത്തതാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങളെ ഇസ്ലാഹി മാസികയിൽ? ആ നാറിയ പത്രം നാദാപുരത്ത് പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ സഹിഹായ നിലക്ക് സലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്ത് വൽ കറാമ, അതിന്റെ തുടക്കത്തിൽ ഒരു സലാത്തുണ്ടല്ലോ മൗലവിമാരെ, ഇത് ഹദീസിൽ വന്നിട്ടുണ്ടോ? റസൂലുള്ള പറയാത്ത സലാത്ത് ചൊല്ലിക്കൂടാ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ ഈ സലാത്ത് ഹദീസിലുണ്ടോ? നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചതാണ്. والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. ഇങ്ങനെ ഒരു സലാത്ത് ഹദീസിൽ വന്നിട്ടുണ്ടോ മൗലവിമാരെ? അപ്പൊ നിങ്ങളും ഹദീസിലില്ലാത്ത സലാത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തേ നിങ്ങളെ നാവ് കൊണ്ട് എന്തും പറയാമെന്നാണോ, എന്തും ചെയ്യാമെന്നാണോ? നിങ്ങൾക്ക് മരിക്കണ്ടേ മൗലവിമാരെ? നിങ്ങളെ കൂടെ കൂടിയ മുജാഹിദുകൾക്ക് ഈമാൻ കിട്ടി മരിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണ്ടേ? നിങ്ങൾക്ക് ഖബറിൽ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് മഹ്ശറിൽ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് നരകവും സ്വർഗവും ഉണ്ടെന്ന വിശ്വാസമില്ലേ? എന്തും പറയാനുള്ളതാണോ പരിശുദ്ധ ദീൻ? തന്നെ എത്താണ് അവിടുന്ന് തുന്നിയിട്ടുണ്ട് രാജ്യത്തിന്റെ ധരിക്കുന്ന ചെരുപ്പ് തുന്നി തന്നെ എത്താണ് അവിടുന്ന് തുന്നിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഇങ്ങനെ ഒരു സലാത്ത് ഹദീസിൽ വന്നിട്ടുണ്ടോ മൗലവിമാരെ? അപ്പൊ നിങ്ങളും ഹദീസിലില്ലാത്ത സലാത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി മൗലവിന്റെ പരിപാടി എന്താണ്? പരിഹാസം. എല്ലാരെയും പരിഹസിക്കാം. എന്നെ പരിഹസിക്കുക, കാന്തപുരസ്ഥായി പരിഹസിക്കുക, അത് ഏറ്റവും അവർക്ക് സുഖമുള്ള ഒരു പരിപാടിയാണ്. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അള്ളാനെ പരിഹസിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരും. അള്ളാനെ പരിഹസിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, വെറുതെ പറയുകയല്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം. എവിടെപ്പോടാ ഇസ്ലാഹ്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഇസ്ലാഹ് അവിടെ, അതൊന്ന് അതിന്റെ ചട്ടം ഒന്ന് കാണിച്ചാട്ടെ. അതെവിടെയുള്ളത് ചട്ട? എന്നിട്ട് നിങ്ങൾ കണ്ടോ, അള്ളാന്റെ പേരിന്റെ മുകളിൽ അവരേറ്റവും വെറുക്കുന്നതിന്റെ പേര് എഴുതി വെച്ച് നോക്കോ. എന്താണൊന്ന്? ജാറപ്പെരുമയിലെ ജാറം അവർക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം. പിന്നൊന്നെന്താ? ജൂത, വെറുപ്പുള്ള സാധനം. പിന്നെ സഖാഫി, അത് വേറൊരു വെറുപ്പുള്ള സാധനം. അങ്ങനെ അവരേറ്റവും വെറുക്കുന്ന 3 സാധനം. ജാറപ്പെരുമയിലെ ജൂത സഖാഫി ഐക്യം, സംസ്കാരാണ്. ജൂത സഖാഫി ഐക്യം, ഇത് അള്ളാന്റെ പേരിന്റെ മുകളിലാണ് കൊണ്ട് എഴുതി കൊടുത്തത്.
ജൂത എന്നുള്ള പേര്, അതുപോലെ സഖാഫി എന്നുള്ള പേര്, ജാറ എന്നുള്ള പേര്. എന്താ കാരണം? ഏറ്റവും താഴ്ന്ന സാധനം അള്ളാഹിന്റെ പേരിന്റെ മുകളിൽ. സഖാഫി താണതാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു നാളാ നിങ്ങളെ അഭിപ്രായത്തിലായി പറഞ്ഞു. നിങ്ങൾ എന്നെ ഫിറഔൻ സഖാഫി എന്ന് വിളിച്ചില്ലേ? അപ്പോ അള്ളാഹിന്റെ പേരിന്റെ മുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തുന്ന നിങ്ങൾക്ക് കാന്തപുരം ഉസ്താദും പാവപ്പെട്ട ഞാനൊക്കെ എന്ത് പ്രശ്ന? ഇതിലൊരു ലേഖനുണ്ട്, എന്നെ സ്വീപ്പാക്കിയിട്ട് വിനീതനായ ഞാൻ. പിന്നെ മൗലവി പറഞ്ഞ പോലെ ഞാൻ അവർകൾ എന്നാ പറയേണ്ടത്. വിനീതനായ ഞാൻ എന്നിട്ട് എന്നെ പരിഹസിക്കുന്ന ഒരു ലേഖനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ഇസ്ലാഹി ഈ മാസിക വായിച്ചിട്ടാണ് പോലും കുറെ മുസ്ലിയാന്മാരൊക്കെ മുജാഹിദായ. ആ മുസ്ലിയാന്മാരെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന്റെ മുമ്പ് ഞാൻ എന്നെ ഇവിടത്തെ സ്റ്റേജിൽ വെച്ച് പരിഹസിച്ചതാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് കാണിച്ചില്ല. എന്തേ സഹോദരന്മാരെ, എന്നിട്ട് മൂപ്പര് പറയുന്നു എന്റെ താടിക്ക് നീളമുണ്ട് എന്ന് പേരോട് പരിഹസിച്ചു കളഞ്ഞു. ഞാൻ താടിക്ക് നീളമുള്ളവരെ പരിഹസിക്കുന്നവനല്ല. പക്ഷേ നീളമുള്ള താടി വെച്ചിട്ട് നിങ്ങൾ ആ താടി കാണിച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. അങ്ങനെ വഞ്ചനയുടെ താടിയെ ജനങ്ങളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. അല്ലാതെ എനിക്ക് താടിനോട് വെറുപ്പുണ്ടേ ഞാൻ താടി വെക്കുവോ? ഞാൻ എന്റെ ജീവിതത്തിൽ താടി പഠിച്ചിട്ടുണ്ടോ? സഹോദരന്മാരെ, എന്നിട്ട് പറയുന്നത് റസൂലുള്ളാഹിയല്ലേ പറയുന്നത്? അല്ല, മൗലവിയെയാണ് പറഞ്ഞത്, റസൂലുള്ളാഹിയെ അല്ല. അല്ലാഹുവിന്റെ റസൂലിനെ പറയുന്ന പരിപാടി നിങ്ങളതല്ലാതെ ഞങ്ങളുടേതല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പരിഹസിച്ചത് നിങ്ങളൊന്ന് നോക്ക്. എന്താണെന്നറിയോ കഥ? ഞാൻ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ പല സ്ഥലത്തൊന്നും എനിക്ക് പൈസ കൊണ്ടെത്തരും പലരും. ഇവിടെ ഞാൻ വന്നപ്പോഴും കുറെ ആളുകൾ നേർച്ച പൈസ കൊണ്ടെത്തന്നിട്ടുണ്ട്. അത് എനിക്കുള്ളതല്ല മൗലവി. ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു 10-40ഓളം പള്ളികളും ഒരു 10-25 മദ്രസയും ഒരു ശരീഅത്ത് കോളേജും ഒരു ദേവാ കോളേജും ഒരു ഖുർആൻ പാഠമാക്കുന്ന കോളേജും ഹരിയാനയിൽ നിന്നുള്ള വളരെ പാവപ്പെട്ട ഒന്നിനും ഗതിയില്ലാത്ത ചെറിയ ഉറുദു ഭാഷ സംസാരിക്കുന്ന മക്കളെയും അതുപോലെ തുടങ്ങിയിട്ട് അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കുറെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ഏകദേശം 14 ലക്ഷം ഉറുപ്പികയോളം ഒരു മാസത്തിൽ ഞാൻ കണക്കുകൂട്ടി ചെലവിന് വേണം. അതിലൊരു 6-7 ഉറുപ്പികയോളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും മറ്റുമായി ആ സ്ഥാപനത്തിന്റെ കുറെ ചെലവ് വാങ്ങുന്ന ഫീസ് കൊണ്ട് കഴിച്ച് ബാക്കി അവിടെ തന്നെയും മദ്രസ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പാവപ്പെട്ട യതീം കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ പാവപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും ഇൽമ് പഠിപ്പിക്കാനും വേണ്ടി ലക്ഷങ്ങൾ കയ്യിൽ ഒരു മാസത്തിൽ കിട്ടാതെ എനിക്ക് സിറാജുൽ ഹുദ നടത്താൻ കഴിയില്ല. ആ സ്ഥാപനത്തിലേക്ക് അള്ളാഹു വഴിതിരിച്ചു. നേർച്ച ചെയ്യുന്നവർക്ക് വലിയ ഫലം കൊടുത്തു. ആ നേർച്ചയുടെ ഫലം കേട്ട് ഇന്നിവിടെ ഞാൻ വന്നപ്പോൾ കിട്ടിയതാണിത്. ഇനിയും നിങ്ങളോട് പറയട്ടെ, ഇവിടെ ചെന്നാലും കിട്ടാറുണ്ട്. അങ്ങനെ ഒരു മാസത്തിൽ 1 ലക്ഷം ഉറുപ്പികയോളം നേർച്ച കിട്ടാറുണ്ടായിരുന്നു. അതിങ്ങനെ വർദ്ധിച്ച് ഏകദേശം 1.5 ലക്ഷത്തോളമായി. അപ്പം മൗലവിമാർക്ക് വെറുപ്പുപിടിച്ച് അവർ ഇസ്ലാഹി പത്രത്തിൽ എഴുതി, എന്താണ്, ഗൈനക്കോളജിക്കൽ കറാമത്ത് സെന്റർ കുറ്റ്യാടി. അതെ, കാരണം ഒരുപാട് ആളുകളുടെ ഭാര്യമാർ, കുറെ ആളുകൾ അവരുടെ ഭാര്യമാര് പ്രസവിക്കാതെയായപ്പോ അതെ അവർ നേർച്ച ചെയ്തിട്ട് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞവർക്കും മക്കളുണ്ടായി. അങ്ങനെ 100 കണക്കിന് സംഭവം നടന്നപ്പോ ഇപ്പൊ ഇന്നും എന്റെ അടുക്കൽ വന്ന് ദിക്ർ വാങ്ങിയവരുണ്ട്, നേർച്ച ചെയ്തവരുണ്ട്, പൈസ തന്നവരുണ്ട്. അത് കണ്ടിട്ട് മൗലവിമാർക്ക് സഹിക്കുന്നില്ല. കാരണം എന്താണ്? മഖബറ പൊളിച്ച സ്ഥലമാണ് കുറ്റ്യാടി, പള്ളി പിടിച്ചെടുത്ത സ്ഥലമാണ് കുറ്റ്യാടി. ആ കുറ്റ്യാടിയിൽ നിന്ന് ആ സിറാജുൽ ഹുദ വികസിച്ചിട്ട് മൗലവിമാരറിയോ പേരോടെന്താ ചെയ്തതെന്ന്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതിന്റെ പ്രതിഫലം കണ്ടത് നിങ്ങളല്ല, അള്ളയാണ്. അല്ലാഹുവേ, ഞങ്ങളെ അമലും ഞങ്ങളോട് സഹായിക്കുന്നവരുടെ സഹകരിക്കുന്നവരുടെ അമലും നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണം റഹ്മാനേ. മൗലവിമാർക്ക് ഞാനൊരു സന്തോഷ വാർത്ത പറയുന്നു. ഇന്നേ വരെ സുന്നികളുടെ ജുമുഅ, അറബിയിൽ ഖുത്ബ ഓതുന്ന ജുമുഅ, അതുപോലെ തറാവീഹ് നിസ്കരിക്കുന്ന ജുമുഅ എന്ന പള്ളിയുള്ള ജുമുഅ, അതുപോലെ 2 ബാങ്ക് മക്കയിൽ കൊടുക്കും പോലെ 2 ബാങ്ക് കൊടുക്കുന്ന ജുമുഅ, ഇന്നേ വരെ ഇല്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മുജാഹിദെ സന്തോഷിച്ചോ? നാളെ ജുമുഅ നിസ്കാരത്തോടു കൂടി മേപ്പയ്യൂരിലെ നിങ്ങളുടെ കേന്ദ്രത്തില് അവിടെ സുന്നികൾക്ക് പള്ളിയില്ല,
മഞ്ഞക്കുളം എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ നരക്കോട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു സുന്നിക്ക് അറബിയിൽ നിക്കാഹ് ചെയ്യാൻ പോലും നിങ്ങൾ അനുവദിക്കാത്ത, നിങ്ങളെ ആധിപത്യം വെച്ച് പുലർത്തുന്ന, നിങ്ങളെ ഭീകരത കാണിക്കുന്ന പ്രദേശമാണത്. ആ പ്രദേശത്ത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നാളെ സിറാജുൽ ഹുദയുടെ കീഴിൽ ജുമുഅത്ത് പള്ളിയും ജുമുഅയും ഉദ്ഘാടനമാണ് മുജാഹിദേ. അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നതിനാൽ അള്ളാഹ് തരുന്ന ഫലമാണ്. ആ ഫലത്തിന്റെ പേരിൽ നിങ്ങൾ പരിഹസിച്ചു, ഇവിടുന്നും പരിഹസിച്ചു. എന്നിട്ട് എനിക്ക് നേർച്ച പൈസ കൊണ്ടുത്തരുമ്പോ ഞാൻ പിരിവെടുക്കുന്നതിനിടയ്ക്ക് വരുന്ന നേർച്ച പൈസ അതെന്റെ കീശയിലിടാൻ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നത് എന്നെ പരിഹസിക്കാൻ നിങ്ങൾ ഇവിടെ വെച്ച് കാണിച്ചില്ലേ? അത് ഞാനൊന്ന് പൊതുജനങ്ങൾ നിങ്ങളെ പരിഹാസം കാണാൻ വേണ്ടി, നിങ്ങളെ സംസ്കാരം കാണാൻ വേണ്ടി ഞാനതൊന്ന് പ്രദർശിപ്പിക്കട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേറെ ചിലത് കാണിക്കുന്നുണ്ട്, അതൊന്നാദ്യം കാണട്ടെ. ഇയാൾ പ്രസംഗിക്കാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ദുന്യാവിനോട് മോഹം ഉണ്ടാവരുത്, പൈസ വാങ്ങരുത്, നമ്മളെ കൈ ഒരാളെ കൊണ്ട് മുത്തിക്കരുത് എന്നൊക്കെ ഒരു നാവ് കൊണ്ട് പറയുകയും, പിന്നെ അയാൾ എന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നിട്ട് പൈസ ഇങ്ങനെ വാങ്ങുക, കൈ ഇങ്ങനെ മുത്തിക്കുക, പോക്കറ്റിൽ കൂടെ ആംഗ്യം കാണിക്കുക. ഉണ്ടോ നിങ്ങൾ? അതാണ് നിന്നു പോകുന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ ഭയപ്പാടൊക്കെ. അതും കൂടി ഒന്നാണ് കാണിച്ചേക്ക് പേരോടിന്റെ ആ കാപ്പട്ടി മനസ്സിലാവാൻ. കാശ് വാങ്ങണ രംഗാണ് ഇപ്പത്. അപ്പൊ കണ്ടില്ലേ, ഒക്കെ കാണുന്നില്ലേ? മുത്തനുണ്ട്, മറ്റിടത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് നിന്നു പോകും മുസ്ലിയാക്കന്മാര് വയല് കേട്ടാൽ എന്ന പേടി കൊണ്ടാണ് ഇവിടെ വയല് കേൾക്കാൻ വന്ന മുസ്ലിയാക്കന്മാർ ഇയാൾ അര മുസ്ലിയാരി എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട എന്റെ നാദാപുരത്തുള്ള പണ്ഡിതന്മാരോട്, സുഹൃത്തുക്കളോട്, മുസ്ലിയാക്കന്മാരോട്, ഈ നാട്ടിലെ ഉമ്മവങ്ങന്മാരോട് എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഇത് ആഖിറത്തിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കണം. കുറച്ചു നേരം ഒഴിക്കണം സുഹൃത്തുക്കൾ. ഞാൻ അപ്പൊ അവസാനിപ്പിക്കും. നിങ്ങൾ സദസ്സിൽ എഴുന്നേൽക്കരുത്, അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നമ്മളോട്. കണ്ടോ, ഇയാളിത് പരിഹരിച്ചപ്പോൾ നാദാവൃത്തക്കാരുടെ ഞാൻ എന്താ ചെയ്യുന്നത്? എല്ലാരും എണീറ്റ് പോകാൻ തുടങ്ങി. എന്തിനാണിതൊക്കെ? എന്നാ സഹോദരന്മാരെ, ഞാൻ ഇന്നലെ ഈ ക്ലിപ്പിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോ, ഇവരെ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാറക്കടവിൽ നിന്നൊരാളിങ്ങ് വന്ന്. എന്തിനാ വന്നതെന്നറിയോ? അയാൾക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ നേരത്തെയാക്കി മക്കൾ ഉണ്ടായി. എന്നിട്ട് സ്വർണം തരാൻ വന്നതാ സിറാജുൽ ഹുദയിലേക്ക്. അയാളെയും സ്വർണ്ണമാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഇന്നലെ വന്നതാണ് അയാൾ, നാസിർ. കൊടതായിട്ട് കൊടുക്കാനെല്ലാവരും ഒന്ന് കാണാനേ. കുട്ടിയിലായിരുന്നു നേർച്ചയാക്കിയിട്ട് കുട്ടിയായി ഒരു പവനോളം നേർച്ച ഓടത്തിൽ അവിടെയുള്ള കുട്ടിയുടെ പേരുന്ന നിങ്ങളുടെ പേര് ആരുടെ ഇത് അവിടെ ഓഫീസിൽ എനിക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഗൈനക്കോളജിക്കൽ നേർച്ച കേന്ദ്രം മുനിസിപ്പാക്കിയില്ലേ? നിങ്ങൾ അത് എഴുതിയാൽ മതിയാവൂല. കാരണം അവിടെ 10,000-കണക്കിന് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും രണ്ടൊന്നല്ല. ഓപ്പറേഷൻ വിധിച്ചിട്ട് തിയേറ്ററിൽ കയറിയിട്ട് നേർച്ചയാക്കിയപ്പോ തിയേറ്ററിൽ ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർമാർ ഇറക്കി കൊടുത്തയച്ചിട്ടുള്ള സംഭവങ്ങൾ എഴുതിയ കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയും അനുഭവങ്ങളും എന്ന് പറയുന്ന പുതിയ പുസ്തകം ഇറങ്ങുമ്പോ നിങ്ങൾക്ക് ഓരോന്നോരോന്നതിൽ ദശക്കണക്കിന് കത്ത് കാണാം. എന്നാ ഒരു കത്തും കൂടി ഞാൻ കേൾപ്പിക്കുന്നു. നിങ്ങൾ എഴുതണം. ഇനിയും എന്താ അറിയോ? ഗൈനക്കോളജിക്കൽ എന്നുള്ളത് മാറ്റിയിട്ട് സൂചി നേർച്ചാ കേന്ദ്രം എഴുതണം. കാരണം കുറ്റ്യാടിക്കടുത്ത് നരിക്കുട്ടിഞ്ചാലിലെ ഒരു ചെറുപ്പക്കാരൻ നസീർ എൻ നാരോള്ളതിൽ വടയം നരിക്കൂട്ടിഞ്ചാൽ, ടെലിഫോൺ നമ്പർ 25889006. അയാളുടെ പ്രശ്നം എന്തായിരുന്നു? അയാളുടെ വയറ്റിൽ സൂചി കുടുങ്ങി. ഞാൻ വായിച്ചു തരാം എഴുതിയ കത്ത്, സ്ക്രീനിൽ കാണാം കേട്ടോ. വയറ്റിലെ വേദനയ്ക്ക് ഒരു പാടായി വിഷമിക്കുന്നു. അങ്ങനെ മേരിക്കുന്ന് പ്രഭാകരൻ ഡോക്ടർ കാണിച്ചു.
അവിടുന്ന് സെൻഡോസ്കോപ്പ് ചെയ്ത് വയറ്റിൽ സൂചി ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെയും ബേബിയിൽ നിന്ന് സെൻഡോസ്കോപ്പ് ചെയ്ത് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡോക്ടർ വേറെ ഒരു ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിറാജുൽ ഹുദയിൽ ഒരു സംഖ്യ നേർച്ചയാക്കി. ഹോസ്പിറ്റൽ പോകുന്നതിന്റെ തലേ ദിവസം രാത്രി 10 മണിക്ക് ബാത്റൂമിൽ പോയി. പോകുമ്പോൾ വീണ്ടും അധികം ഞാൻ സംഖ്യ സിറാജുൽ ഹുദയിൽ നേർച്ചയാക്കി. അങ്ങനെ ബാത്റൂമിൽ കയറി നേർച്ചയുടെ ബർക്കത്ത് കൊണ്ട് സൂചി വയറ്റിൽ നിന്ന് പോന്നു. അൽഹംദുലില്ലാഹ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഇതുപോലെ ഒരുപാടുണ്ട്. ഇനി നിങ്ങൾ എഴുതണം സൂചിക്കറാമത്ത് കേന്ദ്രം. അതുപോലെ അതേ വീണുപോയ സാധനങ്ങൾ അത്ഭുതമായി കിട്ടിയവരുണ്ട്. നിങ്ങൾ എഴുതണം. ഇന്ന് വന്നതില് ഓപ്പറേഷൻ ഒഴിവായ കത്ത് എന്റെ കീശയിൽ തന്നലുണ്ട് എന്നാണ് ഹുസൈൻ മാഷ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അസൂയ വെച്ച് നടന്നോ, നിങ്ങൾ പരിഹസിച്ചോ, ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളയല്ലാതെ കൊടുക്കുന്നവനില്ല, അള്ളയല്ലാതെ തടയുന്നവനില്ല. മുജാഹിദീങ്ങളെ അള്ള ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനാണ്. കൊടുക്കുന്നവനവനാണ്, തടയുന്നവനവനാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, നിങ്ങളെ ഇസ്ലാഹി മാസിക വായിച്ചിട്ട് മുസ്ലിയാന്മാര് മുജാഹിദാകുന്നുണ്ടല്ലേ? എന്നാ ഞാൻ പറയട്ടെ, ബുദ്ധിയുള്ള ഒരു മുസ്ലിയാരും മരിക്കുന്നത് വരെ മുജാഹിദാകൂല കേട്ടോ. ബുദ്ധിയില്ലാത്ത അരമുസ്ലിയാന്മാര് മുജാഹിദായിട്ടുണ്ടല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് അത്തരം മുസ്ലിയാന്മാരെ കാര്യം നിങ്ങൾ ഇസ്ലാഹി തന്നെ വായിച്ചിട്ടൊന്ന് കേൾപ്പിച്ചു തരാ. എന്റെ മുസ്ലിമീങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. ഫൈസൽ മുസ്ലിയാർ ഇന്നെ മുസ്ലിയാര് അടുത്ത് മുജാഹിദായി പോൽ. എന്നിട്ടോ അയാൾ ലേഖനം എഴുതാണ്, ഇല്ലാത്ത സലാത്തുകളുടെ വല്ലാത്ത പോരിശകൾ. അതിലാണ് നാരിയത്ത് സലാത്ത് നാറിയത് എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ലേഖനത്തിൽ മുസ്ലിയാരുടെ ബുദ്ധി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ധാരാളം ചെറുപ്പക്കാരില്ലേ, SSLCക്ക് പഠിക്കുന്നവരും ശേഷം +1 +2 പഠിക്കുന്നവരും BAക്കും MAക്കും പഠിക്കുന്നവരും LLBക്ക് പഠിക്കുന്നവരും MBBS പഠിക്കുന്നവരും ധാരാളം ചെറുപ്പക്കാരില്ലേ? നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ലേ ചെറുപ്പക്കാരെ? നിങ്ങൾ ഈ അരമുസ്ലിയാന്മാര്, മുജാഹിദാകുന്ന അരമുസ്ലിയാന്മാര്, അവരെ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. ഇയാള് പറയാണ്, ഇല്ലാത്ത സലാത്തുകളുടെ വല്ലാത്ത പോരിസുകൾ. ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലേച്ഛയോടെ വിശ്വാസികൾ സലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ സമസ്ത മുസ്ലിയാക്കൾ പല ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി സലാത്ത് ചൊല്ലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലും അവരുടെ എല്ലാം അങ്ങനെയാണല്ലോ. നമ്മളതെല്ലാം ഭൗതിക നേട്ടത്തിന്. ഇവര് ഭയങ്കര സൂഫിയാക്കൾ ഈ മുജാഹിദീങ്ങൾ. എനിക്ക് കേട്ടോളെ, ഏത് കർമ്മം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ലക്ഷ്യം ഭൗതികമായിരിക്കുമെന്ന് അവർ തന്നെ അംഗീകരിക്കുന്നതാണല്ലോ. മൗലിദ് ഓതിയാലുള്ള നേട്ടം ഒരു മുസ്ലിയാരി എഴുതുന്നത് കാണുക. ഇനി മരിച്ചുപോയ താഴ മുസ്ലിയാരിയാ പറയുന്നത് കേട്ടോളെ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഇവയൊക്കെയും കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. ഇതിങ്ങനെ എഴുതിയിട്ട് മുജാഹിദ് പറയാണ് കേട്ടോളെ, ഈ വരികൾ തീർത്തും തെറ്റാണെന്ന് ഈ ലേഖകന് വാദമില്ല. കാരണം തുച്ഛമായ ശമ്പളം പറ്റുന്ന മുസ്ലിയാക്കൾ ദാരിദ്ര്യമില്ലാതെ മൗലിദ് കൊണ്ടാണ് എന്ന സത്യം അംഗീകരിക്കാൻ നാം നിർബന്ധിതമാണല്ലോ. പറഞ്ഞു വന്നത് സലാത്തിനെ കുറിച്ചാണല്ലോ. സലാത്തിന്റെ ലക്ഷ്യവും മുസ്ലിയാക്കൾക്ക് മറ്റൊന്നല്ല. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇതിൽ പറഞ്ഞൊക്കെ ഭൗതികാണെന്നാ പറയും. ഇതിൽ പറഞ്ഞൊക്കെ ഭൗതികാണോ? ഇതിൽ പറഞ്ഞതൊക്കെ ഭൗതികാണോ? ആദ്യം തന്നെ തഴവ മുസ്ലിയാർ പറഞ്ഞത് എന്താ? പക്ഷെ അത് ഈ അരമുസ്ലിയാർക്ക് മനസ്സിലായില്ല. കേട്ടോളെ, ആദ്യം പറഞ്ഞെന്താ? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുസീബത്തൊക്കെ നീങ്ങുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? മുജാഹിദാവുക. അത് നീങ്ങും. മുജാഹിദായി പോവുക എന്ന മുസീബത്ത് നീങ്ങും. ഈമാനില്ലാതെ ആയി പോകുന്നതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ വലിയ മുസീബത്തുണ്ടോ? അതാ അദ്ദേഹം പറഞ്ഞത്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.
മുസീബത്ത് നീങ്ങും. മൗലവിമാരുണ്ടെങ്കിൽ ഇറങ്ങിങ്ങ് പോവും, അതും ഒരു മുസീബത്ത് നീങ്ങലാണ്. ദ്വാക്കുത്തരം കിട്ടൂലേ? അങ്ങനെ എത്ര മുസീബത്ത് നീങ്ങും മൗലിദ് ഓതുമ്പോ. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ അരമുസ്ലിയാർക്കുണ്ടായോ? അയാളാപ്പണ്ടായത് ഇസ്ലാഹി വായിച്ചിട്ട് മുജാഹിദായത്. പിന്നെ കേൾക്കണോ വിഡിത്തം പറയുന്നത്? കേട്ടോളി. ആവശ്യം ഇതുകൊണ്ടെപ്പോഴും നേടുന്നതാ, ദാരിദ്ര്യവും ഇത് ചൊല്ലി നീങ്ങുന്നതാ. ഇതെല്ലാം പരിഹസിച്ചിട്ട് പറയാണ്. തഴവന്റെ കിതാബ് നമുക്കറിയുന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ തഴവ മുസ്ലിയാരുടെ ഈ വാചകത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആവശ്യം ഇതുകൊണ്ടെപ്പോഴും നേടുന്നതാ. ഏറ്റവും വലിയ ആവശ്യം എന്താണ് മൗലവി? അരമുസ്ലിയാരോട് ചോദിക്കുന്നത് ഈമാനോടെ മരിക്കലല്ലേ? ആവശ്യം ഇതുകൊണ്ടെപ്പോഴും നേടുന്നതാ. ഹിദായത്ത് നിലനിൽക്കലല്ലേ ഏറ്റവും വലിയ ആവശ്യം. പക്ഷെ ആവശ്യം എന്നതിന്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലായില്ല. മുസീബത്ത് എന്നതിന്റെ അർത്ഥവും മനസ്സിലായില്ല. കാരണം ഇയാള് മുസ്ലിയാന്മാര് പണത്തിന്റെ ആളാണ്, ചോറിന്റെ ആളാണ് എന്ന ഗീബത്തും പറഞ്ഞ് നടക്കുന്ന സംസ്കാരക്കാരനല്ലേ. ബുദ്ധി തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾപ്പിക്കട്ടെ. അള്ളാനെ പരിഹസിച്ച് ഞാൻ കാണിച്ചല്ലോ. ഉള്ളാളന്തങ്ങളെ പരിഹസിച്ചു മൗലവിമാര്. എന്തേ പരിഹസിച്ചറിയോ? ബഹുമാനപ്പെട്ട ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഈ പള്ളിയിൽ ജുമഅ തുടങ്ങിയത് തങ്ങളവറുകളാണ്. ഈ ജുമഅ ഉദ്ഘാടനം ചെയ്ത് തങ്ങളവറുകളാണ്. സുബ്ഹാനല്ലാഹ്, അത് നമുക്കൊരു ഭാഗ്യമാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങളവറുകളെ പരിഹസിക്കാൻ വേണ്ടി മൗലവിമാരെന്ത് ചെയ്തു എന്നറിയോ? തങ്ങളെ പൊരേന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് മുജാഹിദ് പള്ളി ഉണ്ടാക്കി. എവിടെ? ഫറൂഖില്. എന്താണ് തങ്ങളുടെ നാട്ടിന്റെ പേര്? കരുവന്തുരുത്തി. കരുവന്തുരുത്തിയിൽ ഒരു മുജാഹിദ് പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാ നിങ്ങൾ കാണുന്നത് തങ്ങളെ പൊരേന്റെ മുന്നിൽ. തങ്ങൾക്ക് നിസ്കരിക്കാനും തങ്ങളെ കാണാൻ വരുന്നവർക്കും നാട്ടുകാർക്കും നിസ്കരിക്കാനും തങ്ങളവറുകൾ അതിന്റെ അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കി. അതൊന്ന് കാണിക്കുമോനെ. അതാ തൊട്ടടുത്താണ് രണ്ടും. എന്നാൽ ഈ പള്ളി തങ്ങളവറുകൾ ഉണ്ടാക്കിയപ്പോ കുഞ്ഞിക്കോയാന്റെ പള്ളി അത് ഞങ്ങൾ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് RDOന് കേസ്, RDOന്റെ അടുത്ത് പരാതി കൊടുത്തു. തങ്ങളെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. അങ്ങനെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മുജാഹിദുകളെ തങ്ങളെ പള്ളി ഇപ്പോഴും നിസ്കരിക്കുന്നു, ദിക്ർ നടക്കുന്നു, സലാത്ത് നടക്കുന്നു. മുജാഹിദിന്റെ പള്ളി പൂട്ടിക്കിടക്കുന്നു. ഇത് മഹശറയിൽ വെച്ചല്ല, ദുന്യാവിൽ വെച്ച് തന്നെ കാണിച്ചു തരികയാണ്. തങ്ങളെ പള്ളി അതാ മുജാഹിദിന്റെ പള്ളി പൂട്ടിക്കിടക്കുന്നു. കാരണം രണ്ട് മുജാഹിദും തമ്മിൽ തല്ലാണ്. അവിടെ കണ്ടില്ലേ ISM കോടതി വിധി എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് എഴുതി വെച്ചത്. അങ്ങനെ രണ്ട് മുജാഹിദും തമ്മിൽ തല്ലിയിട്ട് തങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള പള്ളി പൂട്ടിക്കിടക്കുന്ന മൗലവിമാരെ, നിങ്ങളെ പള്ളി പൂട്ടിക്കിടക്കുന്നു. തങ്ങളെ പള്ളി വാതില് തുറന്ന ഫോട്ടോ എന്ന് വെക്കുമോനെ. അത് വാതിലും തുറന്നിട്ട് അതാ പള്ളിയിൽ ആളുകൾ പോകുന്നു, നിസ്കരിക്കുന്നു, സലാത്ത് ചൊല്ലുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് ഇവർക്ക് മുഴുവൻ പരിഹാസമാണ്, സാദാത്തുക്കളെ പരിഹാസമാണ്. തങ്ങന്മാരെ കൈപിടിക്കരുത് പോൽ, ചുംബിക്കരുത് പോൽ. പാണക്കാട് തങ്ങളെ കൈപിടിച്ച് ചുംബിച്ച മുസ്ലിമുകളും മുശ്രിക്കീങ്ങളാണോ മൗലവിമാരെ? എങ്കിലും നിങ്ങളെ കൂടെയുള്ള KC അബൂബക്കർ മൗലവിയും അതുപോലെ സീതി ഹാജിയും അതുപോലെ MK ഹാജിയും അതുപോലെ എത്രയെത്ര മുജാഹിദുകൾ തങ്ങളെ മുന്നിൽ തലയും താഴ്ത്തി വന്നിരിക്കാറുണ്ട്. ബാപ്പയ്ക്ക് തങ്ങളെ മുന്നിൽ നിങ്ങൾ എത്ര തലതാഴ്ത്തിയിരിക്കാറുണ്ട്. ആ മൗലവിമാരൊക്കെ മുശ്രിക്കീകളാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയെങ്കിലും അഹങ്കാരം നിർത്തൂ, ഇനിയെങ്കിലും പരിഹാസം നിർത്തൂ, വന്നാലെങ്കിലും ഒന്ന് പഠിക്കൂ മൗലവിമാരെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കറാമത്തല്ല ഇവർക്കുണ്ടുപോൽ. ആർക്ക്? മുജാഹിദിന് കറാമത്തുണ്ട്. അതായത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മൗലവി പറയുന്നത്, ഞാൻ മൗലവിയുടെ പിതാവ് യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയിട്ട് അതിനെ മൗലവി പരിഹസിച്ചു, പിതാവിനെ കുറ്റം പറഞ്ഞു എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചിരുന്നു. അതിന് മൗലവി ഇപ്പൊ എന്ത് ചെയ്തു അറിയോ? എന്റെ ബാപ്പനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ അയാളെ ബാപ്പനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അദ്ദേഹത്തെ ബാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയൂലേ, അതുപോലെ ഇക്രിമത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ അബൂജഹലിന്റെ ചരിത്രം പറയൂലേ. ചരിത്രം പറഞ്ഞാൽ ബാപ്പനെ പറയലാണെങ്കിൽ പിന്നെ നമ്മളെ കിതാബ് മുഴുവനും ബാപ്പനെ പറഞ്ഞ കിതാബാന്ന് വരൂലേ. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞതല്ലാതെ ഒരു ചീത്തയും ഞാൻ അയാളെയും പറഞ്ഞില്ല, ബാപ്പനെയും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇയാള് പറയുന്നത് ഞാൻ എന്റെ ചരിത്രം മുഴുവനും പേരോട് ഇവിടുന്ന് പറഞ്ഞു, ഉപ്പാന്റെ മക്കളെല്ലാം എണ്ണി. ഇപ്പൊ എന്റെ പെങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ത്, നമ്മളൊട്ടാകെ ഫേമസ് ആയല്ലോ. എന്താ സംഗതി എന്നറിയോ? സംഗതി ഇയാളെ നാട്ടില് ഞാൻ പ്രസംഗിച്ച 4 ദിവസത്തെ 8 CD കൊണ്ടുപോയിട്ട് അവിടുത്തെ ഇയാളെ കുടുംബക്കാരി എന്നെ പ്രദർശിപ്പിച്ച്. കാരണം അവർക്കൊക്കെ വേദന ഉണ്ട് ഇയാളെ വാപ്പനെ പറഞ്ഞ വകയില്. അങ്ങനെ അയാളെ വാപ്പനെ സ്നേഹിക്കുന്ന കുടുംബക്കാര് അയാളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ പ്രസംഗത്തിന്റെ CD പ്രദർശിപ്പിച്ചു. അങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവിടുന്ന് നാട്ടുകാർ മുഴുവൻ അത് കേട്ടപ്പോ ഇയാള് പെങ്ങളും കേട്ടിട്ടുണ്ടാവും. പെങ്ങൾ ഇയാളോട് ചോദിക്കാണ്, നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പോ ഇയാളെന്നെ പറയും, ഇവിടെ മതി, എന്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പൊ മൗലവിന്റെ മറുപടിയാ നിങ്ങൾ കേൾക്കുന്നത്. മറുപടി എന്നറിയോ? അത് ബാപ്പാന്റെ കറാമത്താണ്, യാസീനോദ്യ മൗലിയാരെ കറാമത്തേ. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇനിയും നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നാദാപുരത്തുനിന്ന് മുജാഹിദീങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? മരിച്ച കറാമത്തില്ല എന്ന് വാദിച്ചിട്ട് കുത്തുബിത്തങ്ങളടക്കമുള്ള നമ്മളെ മഹാന്മാര് വാദപ്രതിവാദം നടത്തിയിട്ട് കറാമത്തില്ല, മരിച്ച കറാമത്തില്ല എന്ന് പറയാൻ വേണ്ടി തെങ്കത്തീവ് കറാമത്തിൽ ഔലിയായി ലാത്തങ്കത്തീവിന്റെ ലാകട്ട് വായിച്ചിട്ടാണ് ഇവിടെ ഈ നാദാപുരത്ത് മുജാഹിദിന്റെ തുടക്കം. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ചിലര് പറയും പേരോണ്ടായിട്ടാ മുജാഹിദ് ഉണ്ടായത്. അന്ന് ഈ ലാകക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നോ? ഞാനൊന്ന് ജനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ ലാത്തങ്കത്തീവ് കറാമത്തുൽ ഔലിയായി മൗത്തിഹിം എന്ന ലാകട്ട് വായിച്ച മൗലവിമാരെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട്, ഈയൻ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുജാഹിദിനെ കണ്ടിക്കൽ വെച്ച് പിടിക്കണം. ഈ കെ ഉസ്താദ് എനിക്ക് പൊരുത്തം തന്നിട്ടുണ്ട്. കാന്തപുരം ഉസ്താദും ഉള്ളാത്തങ്ങളും സർവ്വ ഉസ്താദുമാരും പൊരുത്തം തന്നിട്ടുണ്ട്. ആ മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് ഈ നാദാപുരത്ത് വെച്ച് മരിച്ചതിന്റെ ശേഷം ബാപ്പയ്ക്ക് കറാമത്തുണ്ടായി എന്ന് മൗലവിയെ കൊണ്ട് സമ്മതിപ്പിച്ചു കേട്ടോ. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, കേട്ടോളൂ. ഇയാൾ പറഞ്ഞതെന്താ? എന്റെ കുടുംബത്തിന്റെ പേരുകൾ മുഴുവൻ ഇയാൾ ഇവിടെ പറഞ്ഞില്ലേ, ഒന്ന് തെറ്റാതെ. എന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞ്, നമ്മളിപ്പോ എല്ലായിടത്തും ഫേമസ് ആയല്ലോ, അതൊരു ബർക്കത്താന്ന് കൂട്ടിക്കോ, നമ്മളെ ബാപ്പന്റെ എന്ന് പറഞ്ഞു. ബാപ്പന്റെ ഒരു കറാമത്താന്ന് കൂട്ടിക്കോ. കണ്ടോ? അപ്പോ ബാപ്പ മരിച്ചപ്പോ കറാമത്തുണ്ടായി, കാരണം യാസീനോദിയത് കൊണ്ട്. ഇനി നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ, ഞാൻ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് എന്താണ്? എനിക്ക് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പറയാം. ഇയാള് പറയുന്നുണ്ട്, ബാപ്പ മുമ്പ് അങ്ങനെ യാസീനെ കോതി, പിന്നെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോയിട്ട് ബാപ്പനെ നന്നാക്കിയെടുത്ത്, അങ്ങനെ ബാപ്പ അവസാനം ഈമാനോടെ മരിച്ചു, ആദ്യം ജാഹിലിയ കാലായിരുന്നു എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാള് നന്നാക്കിയെടുത്ത ഇയാളെ മുരീദായ ബാപ്പക്ക് മരിച്ചിട്ട് കറാമത്താണെങ്കിൽ ഈ മൗലവി മരിച്ചാൽ എത്രയായിരിക്കും കറാമത്തിന്? ശൈഖാണല്ലോ. മൗലവി നിങ്ങളെ ബാപ്പ നിങ്ങളെ മുരീദാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ മുരീദിന് ഇങ്ങനത്തെ കറാമത്താണെങ്കിൽ മൗലവിന്റെ കറാമത്ത് എത്രയായിരിക്കും എന്നാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ മൗലവിന് പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിവിടെ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിട്ടില്ല, അയാളെ ബാപ്പനെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ശരിക്കും നിങ്ങളൊന്ന് കേൾക്ക്, ഞാൻ ചീത്ത പറയുന്നുണ്ടോ? ഈ മൗലവിയുടെ സ്വന്തം പിതാവ്, മൗലവിയുടെ സ്വന്തം പിതാവ്, സ്വന്തം പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിയാർ, അദ്ദേഹം കട്ടുപ്പാറ ജുമാഅത്ത് പള്ളിയിലെ മുക്രിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പോക്കറുമല്ല എന്നാ പേര്. ഈ പോക്കറുമല്ല ഈ അടുത്താണ് മരിച്ചത്, ഈ കഴിഞ്ഞ വലിയ പെരുന്നാളുടെ അടുത്താണ് മരിച്ചത്. ഈ പോക്കറുമല്ല, അദ്ദേഹത്തിന് ഒരു മകൻ മുഹമ്മദ് അലി ദാരിമി, കട്ടുപ്പാറ ജുമാഅത്ത് പള്ളിയിലെ ഖാദിയാണ്. വേറൊരു മകൻ ഉമർ ഫൈസി, അത് വേറൊരു മൗലവിയാണ്. മൂന്നാമത്തെ മകനാണ് ഹുസൈൻ സലഫി. നാലാമത്തെ മകനാണ് അബൂബക്കർ, അയാൾ ഒരു ടൈലറാണ്. അഞ്ചാമത്തെ മകളാണ് മാളു. ആറാമത്തെ ആളാണ് സൈനബ.
ഏഴാമത്തെ ആളാണ് റംല. ഈ മുസ്ലിയാർ പിതാവ്, ഹുസൈൻ സലഫിയുടെ പിതാവ്, അദ്ദേഹം മരിച്ചു. ഈ അടുത്ത് മരിച്ചപ്പോ സാധാരണ സുന്നികളായ ആളുകൾ മരിച്ചാൽ ഉണ്ടാകുന്ന എല്ലാ കർമ്മവും നടന്നിട്ടുണ്ട്. മയ്യത്തും വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം ദ്വാരക്കലി കഴിച്ചിട്ടുണ്ട്, അന്നദാനുണ്ട്, ദിക്റുണ്ട്. 40 ദിവസം മങ്കൂസ് മൗലിദ് ഓതിയിട്ടുണ്ട്. പറയുന്നു 40 ദിവസം. ഈ പോക്കർ മൊല്ലയുടെ മകനാണ് ഹുസൈൻ സലഫി. നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട, ഞാൻ കുഞ്ഞബ്ദുല്ലാജിന്റെ മകനാണേ, എനിക്ക് അതിനൊരു വിഷമമില്ല. എന്റെ വാപ്പന്റെ പേര് പറഞ്ഞതാണ്, ഞാൻ ചീത്തിയൊന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹം പോക്കർ മൊല്ലയുടെ മകനാണ്. ഈ പോക്കർ മൊല്ല ഹുസൈൻ സലഫിയെ പോറ്റി വളർത്തിയത് എങ്ങനെയാ? ഹുസൈൻ സലഫിയെയും കൂട്ടിയിട്ട് മങ്കൂസ് ഓതാൻ പോകും, മുഹീദ്ദീമാല പാടാൻ പോകും, യാസീൻ ഓതാൻ പോകും. എന്നിട്ടോ അപ്പൊ പോക്കർ മൊല്ലയുടെ കീശയില് പെരിന്തൽമണ്ണക്കടുത്ത് കട്ടിപ്പാറുള്ള ആൾക്കാർ ഹദിയയായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. ചിലപ്പോ സലഫീന്റെ കീശയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനെ ഈ കിട്ടിയ പണം കൊണ്ടാണ് ഹുസൈൻ സലഫിയെ ആ പാവപ്പെട്ട മനുഷ്യൻ പോറ്റി വളർത്തിയത്. പക്ഷേ ആ പാവപ്പെട്ട മനുഷ്യൻ മരിക്കുന്നതോടെ മറ്റു മക്കളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ നിന്നെങ്കിലും ഈ മരിച്ച ബാപ്പ യാസീൻ ഓതിയിട്ട് പണം വാങ്ങിയത് വളരെ മോശമായി പോയി എന്ന് നാദാപുരത്ത് വന്ന് പ്രസംഗിക്കാനാണ് ഹുസൈൻ സലഫി. ഒരു മനുഷ്യൻ കുരുത്തം കെട്ടാല് അതിനൊരു പരിധിയില്ലേ? സ്വന്തം ബാപ്പ യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയത് അയാൾ പരിഹസിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. പേരോടിനെ അല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? നിങ്ങൾ എന്റെ നാട്ടുകാരല്ലേ? പേരോട് ആരെങ്കിലും എനിക്ക് യാസീൻ ഓതിയിട്ട് പൈസ പറയാൻ പറ്റുമോ? പേരോട് എന്ന് പറഞ്ഞ പ്രദേശത്തുനിന്ന് യാസീൻ ഓതിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരാള് യാസീൻ ഓതിയിട്ട് പൈസ തന്നത് തെളിയിക്കാൻ കഴിയും? നാദാപുരത്തുനിന്ന് യാസീൻ ഓതിയിട്ട് എനിക്ക് പൈസ തന്നത് തെളിയിക്കാൻ കഴിയും? അപ്പൊ എന്തായാലും ആ ലമീർ എന്നെ കൊള്ള മാറ്റാൻ വകുപ്പില്ലല്ലോ. അപ്പൊ യാസീൻ ഓതിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നത് ആരെ സംബന്ധിച്ചാണ്? ലമീർ മടങ്ങുന്നത് കബറിലേക്കാ. ആരെ കബറില്? ഹുസൈൻ സലഫിന്റെ കബറില്. കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ അത് ഞാനൊന്ന് ചുരുക്കിയതാ കേട്ടോ. കാരണം വാപ്പനെ പറഞ്ഞു തരും നാളെ ഹുസൈൻ സലഫിന്റെ കബറിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ത് പറയും? ഹുസൈൻ സലഫിന്റെ വാപ്പന്റെ കബറിൽ എന്ന് പറയും, വാപ്പനെ പറഞ്ഞു എന്ന് പറയൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വാപ്പനെ ഒഴിവാക്കി ഹുസൈൻ സലഫിന്റെ കബറിൽ എന്ന് പറയും. കാരണം അതിന്റെ ദോഷം വാപ്പ എല്ലാം അനുഭവിക്കുക, ഇയാളെ അനുഭവിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ അനാചാരം. മോലിയന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്? കച്ചവടക്കാർ പാടില്ലേ, മറ്റൊരു പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടേ? അസീനത്ത് വേണേ നമ്മളെ പോക്കറ്റ്, മറ്റേത് വേണേ നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. അപ്പൊ കണ്ടോ, സ്വന്തം ബാപ്പനെ പറഞ്ഞാണ്. യാസീൻ ഓതിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങിയിട്ട് ഇയാളെ പോറ്റി വളർത്തിയിട്ട് ചെയ്ത നന്ദിയാണ്. സ്വന്തം ബാപ്പനെ സുബ്ഹാനല്ലാഹ് യാസീൻ ഓതിയിട്ട് പോക്കറ്റിൽ പൈസ വാങ്ങുന്നവരാണ് മുസ്ലിംമാര്. സഹോദരന്മാരെ, ഇതിലെവിടെയാ ചീത്ത? ഞാൻ എന്താ ചീത്ത പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ബാപ്പ യാസീൻ ഓതി ക്യാഷ് വാങ്ങിയിട്ട് ഇയാളെ പോറ്റി, അതിന്റെ നന്ദിയായിട്ട് ഇവിടെ വന്നിട്ട് കീശയിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്നെ പരിഹസിച്ചേ പോട്ടെ, സ്വന്തം ബാപ്പനെ പരിഹസിച്ചിട്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ രസമല്ല, ഇത് ഞാൻ പറഞ്ഞപ്പോ ഇത് ചീത്തല്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇപ്പൊ ഇയാൾ വന്നു, ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണത്തിന് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ കമ്മീഷൻ വെക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ലാതെയായി. കാരണം ഇയാൾ എന്നെ സമ്മതിച്ചതൊക്കെ അവിടെ കമ്മീഷനായിട്ട് മൗലവിനെ തന്നെ നമ്മൾ അംഗീകരിച്ചു. മൗലവി പറയുന്ന കേട്ടോളെ ഓതിയിട്ടുണ്ട്, പേരോട് പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട് എന്നതാണ് ഇനി അയാൾ പറയുന്നത്. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോളി. പിന്നെ ബാപ്പാനെ ചീത്ത പറയുമ്പോ സ്വന്തം പിതാവിനോട് സ്നേഹമുള്ളവർക്കൊക്കെ ഇത്തിരി ഒരു വികാരം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ആരുടെയും ബാപ്പാനായിട്ട് തിരിച്ചു പറയണമില്ല. എനിക്കത് പറയേണ്ട കാര്യമല്ല. അപ്പുറം നിങ്ങൾ മനസ്സിലായോ? അയാള് എന്നെ തിരിച്ചു പറയുന്നില്ല, കാരണം പറയേണ്ട കാര്യമില്ല. സംഗതി ശരിയാണ്, ഞാൻ എന്റെ ബാപ്പനെ പരിഹരിച്ചിട്ടില്ല, അതുകൊണ്ട് പറയേണ്ടിയില്ല, കാര്യമില്ല. അതയാൾ പറഞ്ഞ നേരാണ്, നേര് പറഞ്ഞാൽ നേരാൻ സമ്മതിച്ചുവിട്ടണം. അയാൾ പറയുന്നത് തിരിച്ച് ഞാൻ നിങ്ങളെ ബാപ്പനെ പറയുന്നില്ല, കാരണം എനിക്ക് പറയേണ്ട കാര്യമില്ല. അതൊന്നുകൂടി മരണാന്തരന്റെ ബാപ്പ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ വീട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും നടന്നു. മരിച്ചോടത്ത് ഓത്തുണ്ടായി, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലി, മയ്യത്ത് നിസ്കാരം, മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ച് അൽ ഫാത്തിഹ ഓതി,
ഖുർആൻ ഓതി, 40 ദിവസം ഓത്ത് നടന്നു, മൗലൂദ് നടന്നു, അടിയന്തരം നടന്നു, എല്ലാ ആചാരങ്ങളും നടന്നു. ഈ ഹുസൈൻ സലഫിയുടെ ബാപ്പ മരിച്ചപ്പോൾ ഇയാൾ എന്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നു? അപ്പോ എന്താ ഇയാൾ പറയണതെന്നറിയോ? എല്ലാ കർമ്മങ്ങളും നടന്നു, സുഹൃത്തുക്കളെ നടന്നീനെന്താ? ഞാൻ പറയുന്നില്ല നടന്നിട്ടില്ല, എന്തേ നടന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂല. ഇയാൾ ഈ പറയുന്നതിൽ കളവുണ്ടോന്നും എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇത് ചീറ്റിയാ? എല്ലാം നടന്നു അയാൾ തന്നെ പറയുന്നു. ഇനി ബാക്കി ശരിക്കും മനസ്സിലാക്കണം, അതുകൊണ്ടാ പറയുന്നത്, തെറ്റിദ്ധരിക്കാതിരിക്കാൻ. എന്നിട്ട് ആ സമയത്ത് മൂപ്പര് പറയണ ഇയാളുടെ ബാപ്പ ഇയാളെയും കൂട്ടി മങ്കൂസ് ഓതാനും യാസീൻ ഓതാനും ഒക്കെ പോയിരുന്നു. ബാപ്പന്റെ പോക്കറ്റിൽ പുലാമന്തോളുള്ള ആളുകൾ കാശിട്ട് കൊടുക്കും. ചിലപ്പോൾ ഇയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന തോന്നുന്നത് എനിക്കത്ര ഉറപ്പില്ല എന്ന് മൂപ്പര് പറയുന്നു. അങ്ങനെയാണ് ആ ബാപ്പ ഇയാളെ പോറ്റി വളർത്തിയത്. എന്നിട്ട് ആ ബാപ്പ മരിച്ചപ്പോ നാദാപുരത്ത് വന്നിട്ട് ബാപ്പാനെ ചീത്ത പറയാണ്. എങ്ങനെ ഇയാളുടെ ഇജ്തിഹാദ്? ഇയാൾ ഗവേഷണം ചെയ്ത് ഒപ്പിക്കുന്ന കാര്യം നോക്കി നിങ്ങൾ. ഞാൻ എൻ്റെ പിതാവിനെ ചീത്ത പറഞ്ഞോ? മാത്രല്ല സുഹൃത്തുക്കളെ, എൻ്റെ പിതാവ് യാസീൻ ഓതാൻ പോയിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്, ഞാനും കൂടെ പോയിട്ടുണ്ട്. അല്ലാന്ന് ഞാൻ പറയുന്ന നിങ്ങൾ വിചാരിച്ചത് പോയിട്ടുണ്ട്. ഇയാൾ ചോദിക്കാണ്, നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോന്ന്? അങ്ങോട്ട് വാ നാട്ടിലേക്ക്.